അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. അടുത്ത ക്വസ്റ്റ്യൻ. A can do a piece of work in 10 days and B in 20 days. They work together, but 2 days before the completion of the work, A leaves. In how many days was the work completed? 8 days, 7 days, 6 days, 9 days. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം മതി, ബിക്കോ 20 ദിവസം വേണം. ഓക്കെ, അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു തുടങ്ങി. 2 ദിവസം മുന്നേ, കംപ്ലീഷന്റെ 2 ദിവസം മുന്നേ ആര് പോയി? എ പോയി. ഇപ്പൊ ലാസ്റ്റ് 2 ദിവസം ആരാണ്? ബി മാത്രമാണ് വർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണ്ടി വന്നു? ഇങ്ങനെ വന്നു, ചെയ്തേ, സോൾവ് ചെയ്തേ. എക്ക് 10 ദിവസം എടുത്തു, ബിക്ക് 20 ദിവസം എടുത്തു. നേരത്തെ ഇന്ന പോലെ തന്നെ LCM എടുത്തു. 20/10 2, 20/20 1. ഓക്കെ, ഇത്ര നമുക്ക് കിട്ടി. ഇനി ഇതാണ് ടോട്ടൽ വർക്ക് എങ്കിൽ ഇത്ര യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. ഇനി നമുക്ക് പറഞ്ഞേക്കുന്നത് എയും ബിയും ആയിരുന്നു ഒരുമിച്ചുണ്ടായിരുന്നത്. പക്ഷെ ഈ വർക്ക് കംപ്ലീഷന്റെ 2 ദിവസം മുന്നേ എ അങ്ങ് പോയി. അപ്പൊ ലാസ്റ്റ് 2 ദിവസം ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. ബി 2 ദിവസം ഒറ്റയ്ക്ക് പണിയെടുക്കുക. ബി ഒരു ദിവസം എത്രയാണ്? 1 യൂണിറ്റ് ആണ്. അപ്പൊ 2 ദിവസം ആകുമ്പോൾ 2 × 1 2 യൂണിറ്റ്സ് ആണ് ബി ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് എത്ര ഉണ്ട്? 20 യൂണിറ്റ് ആണ് ടോട്ടൽ. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 20 - 2 18 യൂണിറ്റ് വരും. അതാരെ ചെയ്യുന്നത്? എയും ബിയും ഒരുമിച്ചാണ്. അപ്പൊ എയും ബിയും ഒരു ദിവസം എത്ര ചെയ്യും? എയും ബിയും ഒരു ദിവസം 2 + 1 3 യൂണിറ്റ്സ് ആണ് ചെയ്യുന്നത്. 3 യൂണിറ്റ് ആണ് അവർ ചെയ്യുന്നത്. ഈ 18 യൂണിറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ദിവസം വേണം? ഒരു ദിവസം 3 ആണ്, 18 എത്തണമെങ്കിൽ 6 ഡേയ്സ് വേണം. വേണ്ടേ? 6 ദിവസം കൊണ്ടാണ് 18 യൂണിറ്റ് ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ അതായിരുന്നോ? അല്ല, ക്വസ്റ്റ്യൻ എന്താ? ഇത് ഫുൾ വർക്ക് തീരാൻ വേണ്ടി എത്ര സമയം എടുത്തു? അപ്പൊ 6 ദിവസം കൊണ്ട് 18 യൂണിറ്റ് ചെയ്തു. പിന്നെ ബി മാത്രം 2 ദിവസം കൊണ്ട് 2 യൂണിറ്റ്. അപ്പൊ ടോട്ടൽ എത്ര? 6 + 2 8 ഡേയ്സ് എന്ന് കിട്ടും. 8 ഡേയ്സ്. അപ്പൊ നമ്മുടെ ആൻസർ 8 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം വേണമായിരുന്നു, ബിക്ക് 20 ദിവസം വേണമായിരുന്നു. ഈ പ്രൊജക്ട് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ മുന്നേ, അതായത് ഇവർ ഒരുമിച്ചാണ് തുടങ്ങിയത്, പക്ഷേ കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ 2 ദിവസം മുന്നേ എ അങ്ങ് പോയി. അപ്പൊ ലാസ്റ്റ് 2 ദിവസം ബി മാത്രമേ ഉള്ളൂ. ഈ ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. എ 10 ദിവസം, ബി 20 ദിവസം. LCM എടുത്തു, ടോട്ടൽ വർക്ക് കിട്ടി. 20/10 2. ഇത്ര യൂണിറ്റ്സ് ആണ് എ ചെയ്യുന്നത് ഒരു ദിവസം, ബി ചെയ്യുന്നത് 1 യൂണിറ്റ് ആണ് ചെയ്തത്. അപ്പൊ ബി 2 ദിവസം മാത്രം നിന്നപ്പം 2 യൂണിറ്റ് ആണ് ചെയ്തേക്കുന്നത്. ബാക്കി എത്രയാ ഉള്ളത്? 18 യൂണിറ്റ് ഉണ്ട്. അത് എയും ബിയും കൂടെ 3 യൂണിറ്റ് ഒരു ദിവസം ചെയ്യും. 18-ലെത്താൻ 6 ദിവസം വേണം. അപ്പൊ 6 + 2 8 ദിവസം എന്ന് കിട്ടും നമ്മുടെ ആൻസർ. നമ്മുടെ ആൻസർ 8 ഡേയ്സ് എന്ന് കിട്ടും. 8 ഡേയ്സ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A can complete a work in 10 days, B in 12 days, C in 15 days. All of them began the work together, but A had to leave the work after 2 days of the start and B 3 days before the completion of the work. How long did the work last? 8 days, 7 days, 6 days, 9 days. മുമ്പ് ഇതിന്റെ സിമിലർ ടൈപ്പ് തന്നെയാണ്. പക്ഷെ ഇവിടെ 3 പേരുണ്ട്, എയും ബിയും സിയും ഉണ്ട്. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. ബിയോ 12 ദിവസം എടുക്കും. സിയോ 15 ദിവസം എടുക്കും. ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 ദിവസം കഴിഞ്ഞപ്പോൾ എ അങ്ങ് പോയി. ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുന്നേ ബിയും പോയി. ഇപ്പൊ ലാസ്റ്റ് 3 ദിവസം സി മാത്രമേ ഉള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ മൊത്തം വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുത്തതാണ് ക്വസ്റ്റ്യൻ. മുമ്പ് ചെയ്തതിന്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ഉള്ളൂ. ചെയ്തേ. എക്ക് 10 ദിവസം, ബിക്ക് 12 ദിവസം, സിക്ക് 15 ദിവസം. ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. ഓക്കെ, ഇതിന്റെ LCM എടുക്കുക. LCM എന്ത് വരും? LCM 16 വരും. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വരിക. 60/10 6, 60/12 5, 60/15 4. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. എയും ബി സിയും ഒരു ദിവസം ചെയ്യുന്നത് 60. ഇത്രയാണ്. എ 6 യൂണിറ്റ്, ബി 5 യൂണിറ്റ്, സി 4 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഇനി ഇവരെല്ലാരും കൂടെ ഒരുമിച്ചാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. ഇവരെല്ലാരും കൂടെ ഒരുമിച്ചാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോ 2 ദിവസം കഴിഞ്ഞപ്പം എ പോയി. വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ 3 ദിവസം മുന്നേ, തീരുന്നതിന്റെ 3 ദിവസം മുന്നേ ബിയും പോയി. അപ്പൊ ലാസ്റ്റ് 3 ദിവസം സി മാത്രമേ ഉള്ളൂ. സി 3 ദിവസം ഒറ്റയ്ക്കായിരുന്നു. അപ്പൊ സി 3 ദിവസം, ഒരു ദിവസം 4 ആണ്. അപ്പൊ 3 × 4 12 യൂണിറ്റ് വർക്ക് സി മാത്രം ചെയ്തു. സി ഒറ്റയ്ക്ക് ചെയ്തു, അല്ലെ? അത് ക്ലിയർ ആണ്. ഓക്കെ, 12 യൂണിറ്റ്സ് വർക്ക്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ 2 ദിവസം ആരൊക്കെയാ ഉണ്ടായിരുന്നത്? ആദ്യത്തെ 2 ദിവസം എയും ഉണ്ട്, ബിയും ഉണ്ട്, സിയും ഉണ്ട്. എയും ബി സി എത്രയാ ഉള്ളത്? 6 5 11 4 15. 15 യൂണിറ്റ് വർക്കാണ് 2 ദിവസം അവരെല്ലാരും ഉണ്ടായിരുന്നു. അപ്പൊ എത്രയായി? 30 യൂണിറ്റ് വർക്ക് അവിടെയായി. 30 യൂണിറ്റ് വർക്ക്. സി ഒറ്റയ്ക്ക് ഉണ്ടായിരുന്ന സമയത്ത് 12,
എയും ബിയും സിയും ഒരുമിച്ചുണ്ടായ സമയത്ത് 30 യൂണിറ്റും ആയി. അപ്പൊ ടോട്ടൽ ഇവരുടെ എത്രയായി? ടോട്ടൽ 42 യൂണിറ്റ് ആയി. ഇനി ആ പാട് എത്രയും മതി? ടോട്ടൽ നമുക്കറിയാം 60 ആണ്. 60 എത്താൻ ഇനി 18 മതി. അപ്പൊ 18 ബാക്കി ഉണ്ടായിരുന്ന സമയത്ത് ആരൊക്കെയാ ഉള്ളത്? ബിയും സിയും ഉള്ളത്. ബിയും സിയും നോക്കിയേ, ബിയും സിയും 5+4 9 യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. 9 യൂണിറ്റ്സ്. നമുക്ക് 18 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പൊ എത്ര ദിവസം വർക്ക് ചെയ്യണം? നമുക്ക് 2 ഡേയ്സോടെ അവർ കംപ്ലീറ്റ് ചെയ്യണം. 2 ഡേയ്സ് അവർ വർക്ക് ചെയ്യണം. അപ്പൊ ആദ്യം എയും ബിയും സിയും ഉണ്ടായിരുന്ന 2 ദിവസം, അങ്ങനെ 30 യൂണിറ്റ് തീർന്നു. അത് കഴിഞ്ഞിട്ട് ബിയും സിയും കൂടെ വന്ന് 2 ദിവസം നിന്നു. അപ്പൊ എത്രയായി? 30 + 18 48 ആയി. സി മാത്രം നിന്നിട്ട് 12 യൂണിറ്റ്, 60 യൂണിറ്റും കംപ്ലീറ്റ്. അപ്പൊ ടോട്ടൽ എത്ര ഡേയ്സ് എടുത്തു? ഇവിടെ ഒരു 3, ആദ്യം എയും ബിയും സിയും ഉണ്ടായിരുന്ന 2, പിന്നെ ബിയും സിയും മാത്രമുള്ള 2. അപ്പൊ എത്രയായി? 2 + 3 + 2 7 ഡേയ്സ് എന്ന് എടുക്കും. 7 ഡേയ്സ് ടോട്ടൽ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 7 ദിവസം എടുക്കും. 7 ദിവസം. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. എ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 10 ദിവസം എടുക്കും, ബിക്ക് 12 ദിവസം എടുക്കും, സിക്ക് 15 ദിവസം എടുക്കും. എല്ലാവരും ഒരുമിച്ച് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ എ 2 ദിവസം കഴിഞ്ഞപ്പോൾ പോയി. അത് കഴിഞ്ഞിട്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് 3 ദിവസം മുന്നേ ബിയും പോയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എത്ര സമയം എടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ലാസ്റ്റ് 3 ദിവസം സി മാത്രമേ ഉള്ളൂ. സി 4 യൂണിറ്റ് ആണ് യൂസ് ചെയ്തത്. അപ്പം ലാസ്റ്റ് 3 ദിവസം സി മാത്രമേ ഉള്ളൂ. 12 യൂണിറ്റ് വർക്ക് സി ചെയ്തു. ആദ്യത്തെ 2 ദിവസം എയും ബിയും സിയും ഉണ്ട്. എ ബി സി. ഓക്കെ, 15 യൂണിറ്റ് ഉണ്ട്. 2 ദിവസം ആകുമ്പോൾ 30 യൂണിറ്റ് അങ്ങനെ തീർന്നു. അപ്പൊ 30 + 12 42 യൂണിറ്റ് അവർ തീർത്തു. ആ ഇട സമയത്ത് ബാക്കിയുള്ള എത്രയാ? 60 - 42 18 യൂണിറ്റ് ഉണ്ട്. ആ 18 യൂണിറ്റ് ബിയും സിയും മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എ അങ്ങ് പോയി. ബിയും സിയും എത്രയാണ്? 9 യൂണിറ്റ്സ് ആണ് ഒരു ദിവസം. 18 തീർക്കാൻ 2 ദിവസം വേണം. അങ്ങനെ 2 ദിവസം ഒന്ന് കിട്ടും. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴോ 7 ദിവസം എടുത്തിട്ടാണ് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. 7 ഡേയ്സ്. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി 7 ഡേയ്സ് എന്ന് കിട്ടും. 7 ഡേയ്സ്. ക്ലിയർ അല്ലേ? ഇത് ജസ്റ്റ് ഡേയ്സ് അല്ലെങ്കിൽ അവേഴ്സ് തരുന്നെങ്കിൽ അത് എഴുതുക, അതിന്റെ LCM എടുക്കുക. അപ്പൊ നമുക്ക് ടോട്ടൽ വർക്ക് കിട്ടും. ഓരോന്നും ഡിവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തെ വർക്ക് കിട്ടും. പിന്നെ എന്താണ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ ചെയ്താൽ മതി. ചിലപ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും. ചിലപ്പോൾ ആദ്യം എ കുറച്ച് ദിവസം നിന്നു, പിന്നെ എ വന്നു, അല്ലെങ്കിൽ ബി ഇട്ടിട്ട് പോയി. അങ്ങനെ എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, പിന്നെ ആ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമ്മൾ സോൾവ് ചെയ്താൽ മതി. എപ്പോഴും വരയ്ക്കേണ്ട സാധനങ്ങൾ ഡേയ്സ്, ടോട്ടൽ വർക്ക് കിട്ടും, എത്ര യൂണിറ്റ്സ് ആണ് ഒരു ദിവസം വർക്ക് ചെയ്യുന്നുള്ളതും കിട്ടും. അത് വെച്ചിട്ട് നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ നമുക്ക് സോൾവ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 10 persons begin to work together on a job, but after some days 4 persons leave. As a result, the job which could have been completed in 40 days is completed in 50 days. How many days after the commencement of the work did the 4th person leave? 24 days, 25 days, 26 days, none of these. 10 പേര് ആദ്യം ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ 4 പേരങ്ങ് പോയി. ഓക്കെ, 10 പേര് ഉണ്ടായിരുന്നെങ്കിൽ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 40 ദിവസം മതിയായിരുന്നു. 40 ദിവസം. പക്ഷെ ഇങ്ങനെ 4 പേര് കുറച്ച് ദിവസം കഴിഞ്ഞ് പോയത് കൊണ്ട് അത് 50 ദിവസം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് ആ 4 പേര് പോയെന്നാണ് ചോദ്യം. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് 4 പേര് പോയത്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? 10 പേരുണ്ടായിരുന്നു, അവരുണ്ടായിരുന്നെങ്കിൽ 40 ദിവസം കൊണ്ട് തീർന്നേനെ. പക്ഷെങ്കിൽ 4 പേര് പോയി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ. എത്ര ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ പോയെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ 4 പേര് പോയി. എന്നിട്ട് 40 ദിവസം കൊണ്ട് തീരേണ്ട ആ വർക്ക് എന്ന് പറയുന്നത് 50 ദിവസം എടുത്തിട്ടാണ് തീർന്നേക്കുന്നത്. എത്ര? 50 ദിവസം. ഓക്കെ, എങ്ങനെ ചെയ്യും? നമുക്കറിയാം M1 D1 എന്ന് പറയുന്നത് M2 D2 ആണെന്ന്. നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തതാണിത്. ഓക്കെ, ഇവിടുത്തെ കേസിൽ 10 പേര് 40 ദിവസം എടുത്തു. ഓക്കെ, നമുക്ക് 10 പേര് 40 ദിവസം എടുത്തു. എത്ര പേര് 50 ദിവസം? നല്ല ക്വസ്റ്റ്യൻ. നമ്മൾ സ്പ്ലിറ്റ് ആയിട്ടുണ്ട് അവിടെ, അല്ലേ? കുറച്ച് പേര് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുന്നതാണ് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, അതായത് M1 D1 എന്ന് പറയുന്നത് M2 D2 + M3 D3 ഈ ഒരു ഫോമിലാക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് മാറ്റാം. M1 D1 T1/W1 = M2 D2 T2/W2 ആണ്. ടൈം അവേഴ്സ് ഒന്നും ഇല്ലെങ്കിൽ M1 D1 എന്ന് പറയുന്നത് M2 D2 ആണ്. അത് ഓക്കെയാണ്. അതായത് 10 men 40 ഡേയ്സ് ആണെങ്കിൽ 25 men എത്ര ഡേയ്സ് ആണ്? അപ്പൊ M1 D1 = M2 D2 നേരെ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെങ്കിൽ 10 men 40 ഡേ ആണ്, അവര് കുറച്ച് പേര് പോയി, അപ്പൊ എത്ര ദിവസം എടുക്കും? അങ്ങനെയൊക്കെ വരുവാണെങ്കിൽ ഒരു സ്പ്ലിറ്റിംഗ് ആണ്. അപ്പൊ M1 D1 എന്ന് പറയുന്നത് M2 D2 + M3 D3 ആണ്. ഓക്കെ, അപ്പൊ ആദ്യം 10 പേരുണ്ടായിരുന്നു, എത്ര ദിവസം? അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരുമിച്ച് 10 പേര് ഉണ്ടായിരുന്നു, X ഡേയ്സ്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എത്ര പേരാണുള്ളത്? ഇപ്പൊ 4 പേര് പോയിട്ട് ബാക്കി എത്രയുണ്ട്? 6 പേരാണുള്ളത്. അവർ എത്ര ദിവസം ഉണ്ട്? ടോട്ടൽ വർക്ക് ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യുന്നത് 50 ദിവസമാണുള്ളത്. 4 പേര് പോയത് X ഡേയ്സ് കഴിഞ്ഞിട്ടാണെന്ന് വിചാരിക്കുക. അപ്പൊ ബാക്കി എത്രയുണ്ട്? ബാക്കി 50 - X വരും. ഇനി സോൾവ് ചെയ്യാം. 400 = 10x + 300 - 6x. 4x = 100 എന്ന് വരും. X = 25 ഡേയ്സ് എന്ന് കിട്ടും. അതായത് 25 ദിവസം കഴിഞ്ഞപ്പോഴാണ് ഈ 4 പേര് പോയേക്കുന്നത്.
ഓക്കെ, 25 ദിവസം കഴിഞ്ഞപ്പോൾ. ഒന്നുകൂടെ പറയാം, സപ്പോസ് 25 മെന്ന് 4 ഡേയ്സ് എടുത്തു, 10 മെൻ എത്ര ഡേയ്സ് എടുക്കും? അപ്പൊ M1 D1 എന്ന് പറയുന്നത് M2 D2 വെച്ച് അപ്ലൈ ചെയ്യും. ഈ പർട്ടിക്കുലർ കേസിൽ 10 മെൻ ഉണ്ടായിരുന്നു, 40 ദിവസം കൂടെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുമായിരുന്നു. ഓക്കെ, അവിടെ ഇരിക്കട്ടെ. കുറച്ച് പേര് പോയി, അപ്പൊ 40 ദിവസം എന്നുള്ളത് 50 ദിവസമായി. അപ്പൊ കുറച്ച് പേര് പോയി, ആദ്യം കുറച്ച് പേരുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പേര് പോവുകയും ചെയ്യും. അപ്പൊ വേറൊരു നമ്പറായി. അപ്പൊ അങ്ങനെ വരുന്നുണ്ട് M1 D1 എന്ന് പറയുന്നത് M2 D2 പ്ലസ് M3 D3 എന്നുള്ള ഫോമിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ആദ്യം 10 പേര് 40 ദിവസം കൊണ്ട് ചെയ്തു, അത് നമ്മൾ എഴുതി. അടുത്ത 10 പേര് തന്നെ ഉണ്ട്, എത്ര ദിവസം ഒരുമിച്ചുള്ള നമുക്ക് അതാണ് കണ്ടുപിടിക്കേണ്ടത്. X എന്ന് കൊടുത്തു. പ്ലസ് 4 പേര് പോയി കഴിഞ്ഞാൽ എത്രയുള്ള 6 പേര്, ടോട്ടൽ 50 ദിവസം എടുത്തേക്കുന്നത്. അപ്പം 50 മൈനസ് X ഡേയ്സിലേക്കാണ് 6 പേരുള്ളത്. സിംപ്ലിഫൈ ചെയ്തു, X എന്ന് പറയുന്നത് 25 ഡേയ്സ് എന്ന് കിട്ടും. 25 ഡേയ്സ് ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A can lay railway track between 2 given stations in 16 days and B can do the same job in 12 days. With the help of C, they did the job in 4 days only. Then C alone can do the job in how many days? 9 1/5 days, 9 2/5 days, 9 3/5 days, 10 days. ഒരു വർക്കുണ്ട്, എന്തും ആയിക്കോട്ടെ. A 16 ദിവസത്തിൽ ചെയ്യും, B 12 ദിവസത്തിൽ ചെയ്യും. സിയും കൂടെ വന്നപ്പോൾ ഇവരെല്ലാരും കൂടെ 4 ദിവസത്തിലാണ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ സിക്ക് മാത്രം എത്ര സമയം വേണം? സിക്ക് മാത്രം എത്ര സമയം വേണം? മുമ്പ് ചെയ്ത പോലെ തന്നെ നമുക്ക് എ എന്ന് പറയുന്നത് എത്ര സമയം കൊണ്ടാണ് ചെയ്യുന്നത്? എ എന്ന് പറയുന്നത് 16 ദിവസം, ബി എന്ന് പറയുന്നതോ 12 ദിവസം. എയും ബിയും സിയും കൂടെ ഒരുമിച്ചുണ്ടെങ്കിലോ 4 ദിവസം മതി. ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സി മാത്രം എത്ര സമയം എന്നാണ് ചോദ്യം. സി മാത്രം നമ്മൾ നോക്കേണ്ടത്, നമുക്കറിയാവുന്ന എന്താ? LCM എടുക്കുക. 16 12 4, അതിന്റെ LCM എന്ത് വരും? LCM നമുക്ക് 48 എന്ന് കിട്ടും. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കുക. അപ്പൊ 48/6, 3 യൂണിറ്റ് ആണ് എ ഒരു ദിവസം ചെയ്തത്. 48/12, 4 യൂണിറ്റ് ആണ് ബി ഒരു ദിവസം ചെയ്തത്. 48/4, 12 യൂണിറ്റ്സ് ആണ് എയും ബിയും സിയും കൂടെ ഒരു ദിവസം ചെയ്യുന്നത്. ഓക്കെ, ഇത്ര വരെ എല്ലാം ഓക്കെ ആണ്. നമുക്ക് തന്നേക്കുന്ന ഡേറ്റ വെച്ചിട്ട് LCM എടുത്തു, എത്ര യൂണിറ്റ് ആണ് ഒരു ദിവസം ചെയ്തത്, ഇതെല്ലാം എല്ലാത്തിനും ഒരേപോലെ തന്നെ. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? സിക്ക് മാത്രം എത്ര സമയം വേണം ഈ വർക്ക് ചെയ്യാൻ? സി ഒറ്റയ്ക്കാണെങ്കിൽ സിയുടെ ഒരു ദിവസത്തെ വർക്ക് കണ്ടുപിടിക്കണം. എയുടെ ഒരു ദിവസത്തെ വർക്ക് എത്രയാണ്? 3 ആണ്. ബിയുടെ എത്രയാണ്? 4 ആണ്. അപ്പൊ എയും ബിയും കൂടെ എത്ര? 7 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. എയും ബി സിയും കൂടെ എത്ര? 12 യൂണിറ്റ് ആണ്. അപ്പൊ ഒബ്വിയസ്ലി സിയുടെ വാല്യൂ എന്ത് കിട്ടും നമുക്ക്? സി 5 യൂണിറ്റ് അല്ലേ എടുക്കുന്നത്? സി ഒരു ദിവസം 5 യൂണിറ്റ് വർക്കാണ് എടുക്കുന്നത് അല്ലെ? എ 3, ബി 4, സി 5. അപ്പൊ എത്ര എല്ലാം കൂടെ 12 ആയി. അപ്പൊ സി 5 യൂണിറ്റ് വർക്കാണ് ഒരു ദിവസം എടുക്കുന്നത്. ടോട്ടൽ വർക്ക് എത്ര? 48 ആണ്. അപ്പം സി മാത്രം എത്ര ദിവസം എടുക്കും വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? 48 ആണ് ടോട്ടൽ വർക്ക്, ഒരു ദിവസം 5 യൂണിറ്റ്. എന്ത് കിട്ടി? 48/5 എന്ന് കിട്ടി. ഓപ്ഷൻസ് നോക്കി. 48/5, 48/5 എന്ന് ശേഷം നമുക്ക് എന്തുണ്ട്? ഇത് എത്ര വരും? നമുക്ക് മിക്സഡ് ഫ്രാക്ഷനിലാണ് 9 3/5 ഡേയ്സ് എന്ന് കിട്ടും. 9 3/5 ഡേയ്സ്. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? റെയിൽവേ ട്രാക്ക് ചെയ്യാന്നുള്ളൊരു വർക്കാണ്. എന്ത് വർക്കും ആയിക്കോട്ടെ. എക്ക് 16 ദിവസം എടുക്കും, ബിക്ക് 12 ദിവസം എടുക്കും. എയും ബിയും സിയും കൂടെ 4 ദിവസമാണ് എടുക്കുന്നത്. 4 ദിവസം. ഓക്കെ, എയും ബിയും സിയും കൂടെ 4 ദിവസമാണ് എടുക്കുന്നത്. നമ്മൾ ആ ഡേറ്റ എടുത്തു, LCM എടുത്ത് 48 ആണ് ടോട്ടൽ വർക്ക്. ഓരോ ദിവസത്തെ കണ്ടുപിടിക്കണം. 48/16 3, 48/12 4, 48/4 12. അപ്പൊ അത്ര യൂണിറ്റ്സ് ആണ് അവർ ചെയ്യുന്നത്. എ 3 യൂണിറ്റ്, ബി 4 യൂണിറ്റ്, സി ഒബ്വിയസ്ലി എത്രയാണ്? 5 യൂണിറ്റ് ആണ്. കാര്യം സം നമുക്ക് 12 കിട്ടണം. അപ്പൊ സി 5 യൂണിറ്റ് ആണ് ചെയ്യുന്ന ഒരു ദിവസം. 48 യൂണിറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ 48/5. സിമ്പിൾ. 9 3/5 ഡേയ്സ് എന്ന് കിട്ടും. 9 3/5 ഡേയ്സ്. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അപ്പൊ എല്ലാത്തിനകത്ത് നമ്മൾ ഡേയ്സ് അല്ല അവേഴ്സ് ആയിരുന്നെങ്കിൽ അത് എടുത്ത് എഴുതുക. അതിന്റെ LCM എടുക്കുമ്പോൾ ടോട്ടൽ വർക്ക് കിട്ടും. എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ദിവസത്തെ വർക്ക് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. റോസ ക്യാൻ ഈറ്റ് 32 രസഗോളാസ് in 1 hour. Her sister Leela needs 3 hours to eat the same numbers. How many times will they take to eat? How much time will they take to eat 32 രസഗോളാസ് together? ഓക്കെ, എന്താണ് പറഞ്ഞേക്കുന്നത്? റോസയ്ക്ക് 32 രസഗോള കഴിക്കാൻ 1 മണിക്കൂർ വേണം. ലീലയ്ക്ക്, അവരുടെ സിസ്റ്റർ ലീലയ്ക്ക് 3 മണിക്കൂർ വേണം 32 രസഗോള കഴിക്കാൻ. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരുടെ ആണെങ്കിൽ 32 രസഗോള കഴിക്കാൻ എത്ര സമയം വേണം? 45 മിനിറ്റ്സ്, 75 മിനിറ്റ്സ്, 90 മിനിറ്റ്സ്, നൺ ഓഫ് ദീസ്. എന്തായാലും ഇവർ രണ്ടുപേരുടെ കഴിക്കാനാണെങ്കിൽ 75 90 വരില്ല. നമുക്കറിയാം. നമുക്ക് എന്തായാലും അറിയാം എന്താ 1 അവറിനെക്കാളും താഴെ വരത്തുള്ളൂ എന്നറിയാം. അപ്പൊ ഒന്നെങ്കിൽ 45 മിനിറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നൺ ഓഫ് ദീസ് ആയിരിക്കും. ഓക്കെ, നൺ ഓഫ് ദീസ് ഉള്ളതാണ് നമുക്ക് സോൾവ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് ആണത്. ഓക്കെ, ഇവിടെ ഈ 32 രസഗോള 35 രസഗോള അങ്ങനെയൊക്കെ പറയുന്നതിൽ ഇവിടെ വലിയ പ്രസക്തി ഉണ്ടോ? ഇവിടെ ഇതൊന്ന് വേറെ രീതിയിൽ ആലോചിക്കേ. റോസ ക്യാൻ ഡു എ വർക്ക് ഇൻ 1 hour.
Her sister Leela needs 3 hours to do the same work. How much time will they take to do the work together? ഇങ്ങനെ ആയിരുന്നെങ്കിൽ എളുപ്പമായില്ലായിരുന്നു ആ ക്വസ്റ്റ്യൻ. ഈ 32 രസഗുളാസ് എന്നുള്ളത് ഒരു വർക്കാന്ന് വിചാരിക്കും. ഒരു വർക്കാണ്. 32 രസഗുളാസ് അവിടെ ഇല്ലാന്ന് വിചാരിക്കും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ റോസയ്ക്ക് 1 മണിക്കൂറും ലീലയ്ക്ക് 3 മണിക്കൂറും വേണം. അങ്ങനെയാണെങ്കിൽ ഒരുമിച്ച് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഇത്രയുള്ള ക്വസ്റ്റ്യൻ. ഇപ്പൊ റോസയും ലീലയും ഉണ്ട്. റോസയ്ക്ക് 1 മണിക്കൂറും ലീലയ്ക്ക് 3 മണിക്കൂറും. അവേഴ്സിലാണ് LCM എടുത്ത് ടോട്ടൽ വർക്ക് കിട്ടി. 3/1 3 3/3 1. ഇതാണ് ടോട്ടൽ വർക്ക്. ഇത്രയും യൂണിറ്റ്സ് ആണ്. 1 മണിക്കൂർ കാര്യം ഇവിടെ അവറാണ്. അതുകൊണ്ട് ഓക്കെ. റോസയും ലീലയും കൂടെ ഒരുമിച്ചാണെങ്കിലോ 3+1 4 യൂണിറ്റ്സ് ആണ് ഒരുമിച്ചാണെങ്കിൽ 1 അവറിൽ ചെയ്യുന്നത്. 4 യൂണിറ്റ്സ് വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ. ടോട്ടൽ വർക്ക് എത്രയായിരുന്നു? 3 ഉള്ളൂ. അപ്പം രണ്ടുപേരും ഒരു ദിവസം ഫുള്ള് വർക്ക് ചെയ്യണ്ട. അപ്പൊ എത്രയാ? ടോട്ടൽ വർക്ക് ഡിവൈഡഡ് ബൈ 4. അപ്പൊ 3/4 അവർ ആണ് വേണ്ടത്. അതായത് 3/4 മണിക്കൂർ. അതായത് 45 മിനിറ്റ്സ് എന്ന് കിട്ടും. 45 മിനിറ്റ്സ് എന്ന് കിട്ടും. ഏതാ ഓപ്ഷൻ? ഓപ്ഷൻ എ തന്നെ കിട്ടും. 45 മിനിറ്റ്സ് എന്ന് കിട്ടും. ഇതൊന്നുകൂടെ പറയാം. റോസ 1 മണിക്കൂർ എടുത്തു, ലീല 3 മണിക്കൂർ എടുത്തു. ടോട്ടൽ വർക്ക് കിട്ടി. എത്ര യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ അവർ ചെയ്യുന്നതെന്നും കിട്ടി. ഓക്കെ. റോസ 3 യൂണിറ്റ്, ലീല 1 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ രണ്ടുപേരുടെ എത്ര യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്? 4 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ടോട്ടൽ വർക്ക് 3 ഉള്ളൂ. അപ്പൊ 4 യൂണിറ്റ് വർക്ക് ഒരുമിച്ച് ചെയ്യുന്നത്. അപ്പൊ 3/4 ആണ് എന്ത് ടൈം കിട്ടുന്നത്. അപ്പൊ 3/4 അവർ. അപ്പൊ അവറിലാണ് കിടക്കുന്നത്. അപ്പൊ 3/4 ഡേയ്സ് ആണെങ്കിൽ ഡേ വരും. അപ്പൊ അവർ ആയിട്ട് അവർ 3/4 അവർ. 3/4 അവർ എന്ന് പറഞ്ഞാൽ എത്രയാ? 3/4 മണിക്കൂർ 45 മിനിറ്റ് എന്ന് കിട്ടും. 45 മിനിറ്റ്. ഓപ്ഷൻ എ എന്ന് വരും. ഓപ്ഷൻ എ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ക്യാൻ ഡു എ പീസ് ഓഫ് വർക്ക് ഇൻ 4 hours. ബി ആൻഡ് സി ടുഗെദർ ഇൻ 3 hours. എ ആൻഡ് സി ടുഗെദർ ഇൻ 2 hours. How long will B alone take to do it? 8 hours, 10 hours, 12 hours, 24 hours. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എക്ക് 4 മണിക്കൂർ വേണം. ബിയും സിയും കൂടെ ഒരുമിച്ചാണെങ്കിൽ 3 മണിക്കൂർ മതി. എയും സിയും ഒരുമിച്ച് വർക്ക് ചെയ്യുന്നെങ്കിൽ 2 മണിക്കൂർ മതി ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അങ്ങനെയാണെങ്കിൽ ബിക്ക് മാത്രം എത്ര സമയം വേണം? ബിക്ക് മാത്രം എത്ര സമയം വേണം? എക്ക് 4 hours, ബിക്കും സിക്കും കൂടെ 3 hours, എക്കും സിക്കും കൂടെ 2 hours. അവേഴ്സ് ആണ്. നോട്ട് വെച്ചേക്കാം. അവേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് മാത്രം എത്ര സമയം വേണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യുന്ന പോലെ ഇതിന്റെ LCM എടുക്കുക. 4/3 LCM എന്ന് പറയുന്നത് 12 കിട്ടുന്നതാണ് ടോട്ടൽ വർക്ക്. 12/4 3 യൂണിറ്റ്സ്, 12/3 4, 12/2 6. ഇത്രയും യൂണിറ്റ്സ് ആണ് 1 മണിക്കൂറിൽ ചെയ്യുന്നത്. ആര്? എ 3 യൂണിറ്റ് ചെയ്യും, B+C 4 യൂണിറ്റ് ചെയ്യും, A+C 6 യൂണിറ്റ് ചെയ്യും. ഓക്കെ. നമുക്ക് വേണ്ട എന്താ? ബി മാത്രമാണ് ഈ വർക്ക് ചെയ്യുന്നതെങ്കിൽ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എ ഒരു ദിവസം 3 യൂണിറ്റ് ആണ്. എയും സിയും കൂടെ 6 യൂണിറ്റ് ആണ്. അപ്പൊ സി എത്രയാ? സി 3 യൂണിറ്റ് എന്ന് നമുക്ക് കിട്ടും. സി 3 യൂണിറ്റ് ആണ്. സി 3 യൂണിറ്റ് ആണെങ്കിൽ ബി എത്രയാ? ബി എന്ന് പറയുന്നത് B+C എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ബി എത്ര വരും? ബി 1 യൂണിറ്റ് എന്ന് വരും. വളരെ ഈസിയാണ് അല്ലെ? വളരെ ഈസി ആയിട്ട് കിട്ടി. ബി 1 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ എത്ര ടൈം എടുത്തിട്ട് എടുക്കും ഇത് കംപ്ലീറ്റ് ചെയ്യുന്നത്? ടോട്ടൽ വർക്ക് 12 ആണ്. അപ്പം 1 മണിക്കൂർ 1 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ അവർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? ടോട്ടൽ വർക്ക് ബൈ 1. നമുക്ക് 12 അവേഴ്സ് എടുത്തിട്ടാണ് ബി ചെയ്യുന്നത്. 12 അവേഴ്സ് എടുത്തിട്ടാണ് ബി ചെയ്യുന്നത്. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ സി. നേരത്തെ ചെയ്ത പോലെ തന്നെ എ എടുത്ത സമയം 4 മണിക്കൂർ, ബിയും സി എടുത്ത സമയം 3 മണിക്കൂർ, A+C എടുത്ത സമയം 2 മണിക്കൂർ. അതെടുത്തു. LCM എടുത്ത് ടോട്ടൽ വർക്ക് കിട്ടി. യൂണിറ്റ്സ് പെർ അവർ, അതായത് എത്ര 1 മണിക്കൂറിൽ എത്ര വർക്കാണ് ചെയ്യുന്നത്. ഓക്കെ. അത് നമ്മൾ എഴുതി. ഇത് അവർ ആയതുകൊണ്ടാണ് യൂണിറ്റ്സ് പെർ അവർ. ഡേ ആണെങ്കിൽ ഡേ വരും. ഓക്കെ. എ 3 യൂണിറ്റ് ആണ് ചെയ്യുന്നത് 1 മണിക്കൂറിൽ. ബിയും സിയും 4 യൂണിറ്റ്, എയും സിയും 6 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. എയും സിയും 6 യൂണിറ്റ് ആണെങ്കിൽ സി എത്ര ആയിരിക്കും? സി 3 ആയിരിക്കും. എ 3 ആണ്. അപ്പൊ സിയും 3 ആയിരിക്കും. അപ്പൊ അത് കിട്ടി. സി 3 ആണെങ്കിൽ ബി എത്രയാണ്? B+C 4 ആണ്. അപ്പൊ ബി 1 യൂണിറ്റ് ആണ്. 1 യൂണിറ്റ് ആണ് 1 മണിക്കൂറിൽ. 12 യൂണിറ്റ് എത്താൻ 12 മണിക്കൂർ വേണം. 12 മണിക്കൂർ എടുക്കും ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. A does 20% less work than B. If A can complete a piece of work in 7.5 hours, then B can do it in how many hours? 5 hours, 5 1/2 hours, 6 hours, 6 1/2 hours. എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 7.5 മണിക്കൂർ മതി. ബിക്ക് എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. എയുടെ എഫിഷ്യൻസിയും ബിയുടെ എഫിഷ്യൻസി തമ്മിൽ റിലേഷൻ തന്നിട്ടുണ്ട്. എന്താ തന്നേക്കുന്നത്? എ ബിയെക്കാൾ 20% കുറവ് വർക്കേ ചെയ്യത്തുള്ളൂ. അപ്പം എഫിഷ്യൻസിയുടെ റിലേഷൻ തന്നിട്ടുണ്ട്. നേരത്തെ ഒരു ടൈപ്പ് ഇങ്ങനെ ചെയ്തതാ അല്ലേ? എ 20% കുറച്ച് വർക്കേ ചെയ്യത്തുള്ളൂ ബിയെക്കാളും. ഓക്കെ. അപ്പൊ ബി എഫിഷ്യൻസി ഓഫ് ബി 100 ആണെങ്കിൽ എഫിഷ്യൻസി ഓഫ് എ എത്രയാണ്? 20% കുറവായിരിക്കും. എത്രയാണ്?
80 എന്ന് കിട്ടും. അതായത് ഇവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ എന്ന് പറയുന്നത് 80:100 ആണ്. അതായത് 4:5 എന്ന് കിട്ടും. എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാന്നുണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? നേരെ തിരിച്ചിട്ടാൽ മതി, ഇൻവേഴ്സ് ആണ്, 5:4 എന്ന് കിട്ടും. ഇനി ഏതാ വന്നേക്കുന്നത്? എ ക്യാൻ കംപ്ലീറ്റ് ഇറ്റ് ഇൻ 7.5 hours. എക്ക് 7.5 മണിക്കൂർ എടുത്തു. അങ്ങനെയാണെങ്കിൽ ബിക്ക് എത്രയാ? 5:7 ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് എത്രയാ? 1.5 ആണ്. അപ്പൊ ഇതും 1.5 കൊണ്ട് മൾട്ടിപ്ലൈ 4 into 1.5 6 hours 6 hours കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി എന്ന് വരും. ഓപ്ഷൻ സി. എഫിഷ്യൻസി ടൈമിന്റെ ക്വസ്റ്റ്യൻ വളരെ ഈസിയാണ്. എഫിഷ്യൻസി ടൈമും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിലാണ്. ഇവിടെ എയും ബിയുടെ എഫിഷ്യൻസി എന്താ തന്നിരിക്കുന്നത്? എ ബിയെക്കാട്ടിലും 20% കുറവാണ് തന്നിട്ടുണ്ട്. ബി 100 ആണെങ്കിൽ എ 80 ആണ് എഫിഷ്യൻസി. അപ്പൊ 80:100 വരും. 4:5 എന്ന് കിട്ടും. എഫിഷ്യൻസിയുടെ റേഷ്യോ അറിയാമെങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്രയാ? 5:4. അപ്പൊ ടൈം 7 തന്നിട്ടുണ്ട്, 7:30 ആണ്. അപ്പൊ 5:7 ആണെന്നുണ്ടെങ്കിൽ കോൺസ്റ്റന്റ് എത്രയാ? 1.5 ആണ്. 5 into 1.5 ആണ് 7.5. 4 into 1.5 എത്ര വരും? 1.5 ആണ്. 1.5 എത്ര വരും? 6 hours എന്ന് കിട്ടും. 6 hours. ഓപ്ഷൻ സി 6 hours എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 18th question. A and B can together finish a work in 30 days. They work together for 20 days and then B left. After another 20 days, A finished the remaining work. In how many days A alone can finish the job? 40 days, 50 days, 54 days, 60 days. ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? എക്കും ബിക്കും ഒരുമിച്ച് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസമാണ് എടുക്കുന്നത്. 30 ദിവസം അവർ ഒരുമിച്ച് വർക്ക് ചെയ്തു. 20 ദിവസം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബി അങ്ങ് പോയി. ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എക്ക് മാത്രം 20 ദിവസം കൂടെ എടുത്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്ക് മാത്രം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? സിമ്പിൾ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ കിട്ടും നമുക്കത്. എന്താ പറഞ്ഞേക്കുന്നത്? എക്കും ബിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ദിവസം എടുക്കും. ഓക്കെ, എയും ബിയും 20 ദിവസം വർക്ക് ചെയ്തു. 20 ദിവസം. ഓക്കെ, അപ്പൊ 20 ദിവസം വർക്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര വർക്ക് കംപ്ലീറ്റ് ആയി? 30 ദിവസം മതിയായിരുന്നു, 20 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ 2/3 വർക്ക് കംപ്ലീറ്റ് ആയി അല്ലേ? ബാക്കി വർക്ക് എത്ര ഉണ്ട്? 1/3 വർക്കേ ഉള്ളൂ. ആ 1/3 വർക്ക് എ ചെയ്യാൻ 20 ദിവസം എടുത്തു. 1/3 വർക്ക് എ ചെയ്യാൻ വേണ്ടി 20 ദിവസം എടുത്തെങ്കിൽ ഫുൾ വർക്ക് ചെയ്യാൻ എത്ര എടുക്കും? 60 ദിവസം. ഓപ്ഷൻ ഡി. ഇത് ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ നമുക്കത് കിട്ടും. എക്സ്പ്ലെയിൻ ചെയ്യാം ഒന്നുകൂടെ. ഓക്കെ, എക്കും ബിക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 30 ഡേയ്സ് എടുത്തെന്നാ പറഞ്ഞത്. 30 ഡേയ്സ് അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എയുടെയും ബിയുടെയും ഒരു ദിവസത്തെ വർക്ക് എന്താ? ഒരു ദിവസത്തെ വർക്ക് ഇതിന്റെ ഇൻവേഴ്സ് അല്ലേ? 1/30 എന്ന് കിട്ടും. ഓക്കെ, ഇവർ എ പ്ലസ് ബി എന്ന് പറയുന്നത് 20 ദിവസം ഒരുമിച്ച് വർക്ക് ചെയ്തു. 20 ദിവസം. 20 ദിവസം ആകുമ്പോൾ എത്രയാ വർക്ക്? 20 into 1/30. അതായത് 20/30. 2/3 വർക്ക്, 2/3 വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ബാലൻസ് എത്ര ഉണ്ട്? ബാലൻസ് ആകെ ഇനി 1 - 2/3, അതായത് 1/3 ആണ് ഇനി ചെയ്യാനുള്ളത്. ഈ 1/3 വർക്ക് എ ഒറ്റയ്ക്കാണ് ചെയ്തത്. എ ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ടാണ് ചെയ്തത്? എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് ചെയ്തു. 1/3 വർക്ക് എ ഒറ്റയ്ക്ക് 20 ദിവസം കൊണ്ട് ചെയ്തു. 1/3 വർക്ക് 20 ദിവസം കൊണ്ട് ചെയ്തെങ്കിൽ ഫുൾ വർക്ക് എത്ര ദിവസം എടുക്കും? 60 ഡേയ്സ് എന്ന് കിട്ടും. 60 ഡേയ്സ്. എത്ര എഴുതി സ്റ്റെപ്പ് ഒന്നും വേണ്ട, വായിക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും. 60 ഡേയ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 60 ഡേയ്സ്. ഓരോ ക്വസ്റ്റിനും നിങ്ങൾ വായിച്ചിട്ട് തന്നെ സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, നിങ്ങൾക്ക് എന്താ മിസ്റ്റേക്ക് വെച്ച് നോക്കുക, എന്നിട്ട് കറക്റ്റ് ചെയ്യാൻ നോക്കുക. സൊല്യൂഷൻ പിന്നെ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. A can build up a wall in 8 days, while B can break it in 3 days. A has worked for 4 days, and then B joined to work with A for another 2 days only. In how many days will A alone build up the remaining part of the wall? 6 1/3 days, 7 days, 7 1/3 days, 13 1/3 days. ഇത് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എക്ക് ഒരു വോള് പണിയാൻ, ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ഡേയ്സ് വേണം. ബിക്ക് ആ വോള് പൊളിച്ചു കളയാൻ 3 ദിവസം മതി. ഓക്കെ, എ 4 ദിവസം വർക്ക് ചെയ്തു, വോള് പണിത് എത്രയോ. എന്നിട്ട് ബി എയുടെ കൂടെ വന്നു. അതായത് എ പണിയുന്നു, ബി പൊളിക്കുന്നു. അങ്ങനെ 2 ദിവസം അവരൊരുമിച്ചുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ബി അങ്ങ് പോയി. ബാക്കി ആ വോള് ബാക്കി ഇപ്പൊ എത്രയിലും ഉണ്ടെങ്കിൽ ബാക്കി പണിയാൻ വേണ്ടി എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. എ ക്യാൻ ബിൽഡ് അപ്പ് എ വോൾ ഇൻ 8 ഡേയ്സ്. 8 ദിവസം കൊണ്ട് ഒരു വോള് പണിയാൻ. ബി ക്യാൻ ബ്രേക്ക് ഇറ്റ് ഇൻ 3 ഡേയ്സ്. ബിക്ക് 3 ദിവസം കൊണ്ട് അത് പൊളിക്കാൻ. എ 3 ദിവസം വർക്ക് ചെയ്തു, 3 ദിവസം കൊണ്ട് എത്രയോ പണിതു. ഓക്കെ, എത്രയായിരിക്കും പണിത്? 8 ദിവസം കൊണ്ട് ഫുള്ള് പണിയാമെങ്കിൽ പകുതി പണിത് 4 ദിവസം കൊണ്ട്. ഓക്കെ, ബി എയുടെ കൂടെ ജോയിൻ ചെയ്തു. എ അവിടെ പണിയുന്നുണ്ട്, പക്ഷെ ബി കൂട്ടത്തിൽ പൊളിക്കുകയാണ്. ഓക്കെ, 2 ദിവസം ഉണ്ടായിരുന്നു ബി എയുടെ കൂടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എ ഒറ്റയ്ക്ക് ബാക്കി പാർട്ട് വോൾ ബിൽഡ് ചെയ്യാൻ വേണ്ടി എത്ര സമയം എടുക്കുക? 6 1/3 ഡേയ്സ്, 7 ഡേയ്സ്, 7 1/3 ഡേയ്സ്, 13 1/3 ഡേയ്സ്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത്? നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, എക്ക്
8 ദിവസം എടുക്കും. ബിക്ക് 3 ദിവസം എടുക്കും. പണിയാനെ വിളിക്കാൻ അതോടെ നിൽക്കട്ടെ. 8 ദിവസം എടുക്കും. ബിക്ക് 3 ദിവസം എടുക്കും. എൽസിഎം എന്ത് വരും? 24 വരും. ഇതാണ് ടോട്ടൽ വർക്ക്. 24/8 3 യൂണിറ്റ്സ്, 24/3 8 യൂണിറ്റ്സ്. ഒരു ഡേയിൽ എയും ബിയും എടുക്കുന്ന വർക്കാണ്. 3 യൂണിറ്റ് 8 യൂണിറ്റ്. ഓക്കെ, എ ഒരു ദിവസം 3 യൂണിറ്റ് ബിൽഡ് ചെയ്യുവാണ്, ബി 8 യൂണിറ്റ് പൊളിക്കുവാണ്. കൺസെപ്റ്റ് മനസ്സിലായോ? എ ഒരു ദിവസം 3 യൂണിറ്റ് പണിയുവാണ്, ബി ആയിക്കോട്ടെ 8 യൂണിറ്റ് പൊളിക്കുവാണ്. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എ മാത്രമേ ഉള്ളായിരുന്നു ആദ്യം. എ 4 ദിവസം വർക്ക് ചെയ്യും. എ 4 ദിവസം വർക്ക് ചെയ്യും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബി ജോയിൻ ചെയ്തെന്നാ പറഞ്ഞേക്കുന്നത്. ബി ജോയിൻ ചെയ്തു. പക്ഷെങ്കിൽ എ അന്നേരം ഉണ്ട്, 2 ദിവസത്തേക്ക് ബി ജോയിൻ ചെയ്തു. അപ്പൊ മൊത്തം 6 ദിവസം ഉണ്ടായിരുന്നു. എ 6 ദിവസം കൊണ്ട് എത്ര പണിയുന്നു? ആദ്യത്തെ 4 ദിവസം, പിന്നെ ബിയും എയും കൂടെ ഉള്ള 2 ദിവസം, അങ്ങനെയാണ് 6 ദിവസം വന്നത്. 6 ദിവസം കൊണ്ട് 6 × 3 18 യൂണിറ്റ്സ് ആണ് എ പണിയുന്നത്. 6 ദിവസം കഴിഞ്ഞപ്പോ 18 യൂണിറ്റ്സ് പണിതു. ബിയോ, ബി 2 ദിവസമേ ഉള്ളായിരുന്നു, 2 ഡേയ്സേ ഉള്ളായിരുന്നു. ഒരു ദിവസം 8 യൂണിറ്റ് പൊളിക്കും. അങ്ങനെ 16 യൂണിറ്റ് ബി പൊളിച്ചു. 16 യൂണിറ്റ്സ് ബി പൊളിച്ചു. ഇപ്പൊ ഇൻ എഫക്ട് എത്രയുണ്ട്? 18 പണിതു, 16 പൊളിച്ചു. അപ്പൊ ആകെ ഇപ്പം 2 യൂണിറ്റേ ഉള്ളൂ. 2 യൂണിറ്റേ ഉള്ളൂ ഇപ്പൊ ആകെ. ബാക്കി ടോട്ടൽ വർക്ക് എത്ര? 24 ആണ്. അപ്പൊ ബാലൻസ് എത്രയുണ്ട്? ബാലൻസ് 22 ആണ്. അത് എ പണിയാൻ ഒരു ദിവസം 3 യൂണിറ്റ് വെച്ച് പണിയാനാണെങ്കിൽ എത്ര സമയം എടുക്കും? 22/3 7 1/3 ഡേയ്സ് എടുക്കും. 7 1/3 ഡേയ്സ്. ഓപ്ഷൻ സി 7 1/3 എന്ന് കിട്ടും. അപ്പൊ എ ടൈം നമ്മൾ എഴുതി, ബി ബ്രേക്ക് ചെയ്യാനുള്ള ടൈം നമ്മൾ എഴുതി, LCM എടുത്തു, എത്ര യൂണിറ്റ് ആണ് ഒരു ദിവസം എന്നുള്ളതെല്ലാം നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ എല്ലാം എഴുതി. ഇനി എ 6 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ 3 × 6 18 യൂണിറ്റ് പണിതു. ബി 2 ദിവസം 16 യൂണിറ്റ് പൊളിച്ചു. ഇപ്പൊ 2 യൂണിറ്റേ ഉള്ളു ആകെ. ബാക്കി 24ലേക്ക് എത്താൻ 22 യൂണിറ്റ് കൂടെ വേണം. എ മാത്രം. എ 3 യൂണിറ്റ് വെച്ചാണ് പണിയുന്നത്. 22 എത്താൻ വേണ്ടി 7 1/3 ഡേയ്സ് എടുക്കും. 22/3 7 1/3 ഡേയ്സ് എന്ന് കിട്ടും. ഓക്കെ, 16 women take 12 days to complete a work which can be completed by 12 men in 8 days. 16 men started working and after 3 days 10 men left and 4 women joined them. How many days will they take to complete the remaining work? 8 days, 7 days, 6 days, 9 days. എന്താ പറയുന്നത്? എയും ബിയും സിയും അങ്ങനൊന്നും അല്ല, പേരും ഒന്നും അല്ല. അതിന് പകരം 16 women take 12 days to complete a work. 16 women 12 ദിവസം എടുത്തു. അത് 12 മെന്നിന് 8 ദിവസം കൊണ്ട് ചെയ്യാവുന്ന വർക്കായിരുന്നു. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 16 men started working. 16 men started working. 3 ദിവസം കഴിഞ്ഞപ്പോൾ 10 men പോയി, എന്നിട്ട് 4 women വന്നു. അങ്ങനെയാണെങ്കിൽ how many days will they take to complete the remaining work? ആ ബാക്കി വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചേക്കുന്നത്. എങ്ങനെ ചെയ്യത്? എങ്ങനെ ചെയ്യാം? ആലോചിച്ചേ, ട്രൈ ചെയ്ത് നോക്കിയത്. 16 women take 12 days to complete a work. 16 women 12 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ആ സെയിം വർക്ക് 12 men ആണെങ്കിൽ 8 ദിവസം കൊണ്ട് ചെയ്യും. 8 ദിവസം കൊണ്ട് ചെയ്യും. 16 men started working and after 3 days 10 men left and 4 women joined. അങ്ങനെയാണെങ്കിൽ എത്ര ദിവസം എടുക്കും ആ റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ? നമുക്ക് എ ബി ഉള്ള പോലെ തന്നെ നമ്മൾ 16 വുമൺ ആണുള്ളത്. ഓക്കെ, 16 വുമണ് എത്ര സമയം എടുക്കുമെന്ന് തന്നേക്കുന്നത്? 12 ഡേയ്സ് എടുക്കും. അതേപോലെ എന്താ തന്നേക്കുന്നത്? 12 മെന്നിന് 8 ഡേയ്സ് ആണ് എടുക്കുന്നത്. നമ്മൾ ഡേയ്സ് തന്നേക്കുന്ന എഴുതി. എയും ബിക്ക് പകരം 16 വുമൺ 12 മെൻ, ഇതാണ് നമുക്ക് തന്നേക്കുന്ന ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? LCM എടുത്തു. 12ഉം 8ഉം LCM എന്ത് വരും? 24 എന്ന് വരും. ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി 24/12 2, 24/8 3. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. ആര് ചെയ്യുന്നത്? എ ബി അല്ല. 16 വുമൺ 2 യൂണിറ്റ് വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. 12 മെൻ 3 യൂണിറ്റ് വർക്കാണ് ഒരു ദിവസം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു വുമൺ എത്ര ചെയ്ത് നോക്കാം. 16 വുമൺ 2 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഒരു വുമൺ എത്രയാ? 2/16, അതായത് 1/8 എന്ന് കിട്ടും. അത് ബോക്സിലിട്ടേക്കാം. ഒരു വുമൺ ഒരു ദിവസം 1/8 യൂണിറ്റ് ആണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേപോലെ 12 മെൻ 3 യൂണിറ്റ്സ് ആണ്. ഒരു മെൻ എത്രയാ? 3/12, അതായത് 1/4 ആണ്. ഒരു മാന് ഒരു ദിവസം 1/4 യൂണിറ്റ്സ് ആണ് ചെയ്യുന്നത്. 1/4 യൂണിറ്റ് ആണ് ചെയ്യുന്നത്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 16 men started working and after 3 days 10 men left and 4 women joined them. Okay, how many days will they take to complete the remaining work? Okay, 16 men started working എന്ന് പറയുന്നത്. 16 men started working. ഒരു മാന് ഒരു ദിവസം 1/4 യൂണിറ്റ് ആണ്.
ഒരു മാന് ഒരു ദിവസം 1/4 യൂണിറ്റ് ആണ്. ഓക്കെ, അപ്പൊ 16 മെൻ ആകുമ്പോഴോ 16 into 1/4, 4 യൂണിറ്റ്സ് ആണ് 16 മെൻ ചെയ്യുന്നത് ഒരു ദിവസം. 3 ദിവസം ഉണ്ടായിരുന്നു. അപ്പൊ ഇൻറ്റു 3 എത്ര വരും? 12 യൂണിറ്റ്സ് ആണ് 16 മെൻ ചെയ്തേക്കുന്നത്. 16 മെൻ 12 യൂണിറ്റ്സ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ബാക്കി എത്രയുണ്ട്? ടോട്ടൽ വർക്ക് 24 അല്ലേ? അപ്പൊ 24 മൈനസ് 12 യൂണിറ്റ് ഉണ്ട്. ഇനി 12 യൂണിറ്റ്. ഓക്കെ, അത് ചെയ്യാൻ എത്ര സമയം വേണമെന്നാണ് ചോദിച്ചേക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം? 10 പേര് പോയി, 10 മെൻ പോയി, 4 വുമൺ വന്നു. അപ്പൊ ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? ഇത് 16 മെന്നിന്റെ കേസിലാണ്. ബാക്കി ഇപ്പൊ ആരൊക്കെയാ ഉള്ളത്? 10 മെൻ പോയി. അപ്പൊ ഇനി 6 മെന്നും 4 വുമണും ആണ് ഉള്ളത്. ഒരു മാന് ഒരു ദിവസം 1/4 യൂണിറ്റ് ആണ്. അപ്പൊ 6 മെൻ ആകുമ്പോഴോ 6 into 1/4. ഒരു വുമൺ ഒരു ദിവസം 1/8 ആണ്. അപ്പൊ 4 വുമൺ ആകുമ്പോഴോ 4 into 1/8. അപ്പൊ എത്ര കിട്ടും? 3/2 1/2 കിട്ടും. അപ്പൊ എത്ര വരും? 2 എന്ന് കിട്ടും. 2 യൂണിറ്റ്. ഒരു ദിവസം ഇവർ ചെയ്യുന്നത് 2 യൂണിറ്റ് ആണ്. 2 യൂണിറ്റ്. അപ്പൊ നേരത്തെ നമ്മൾ ഓൾറെഡി 12 യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി എത്രയായിരുന്നു? ബാക്കി 12 യൂണിറ്റ് ആയിരുന്നു. അത് ചെയ്യാൻ വേണ്ടി അപ്പം 2 യൂണിറ്റ് വെച്ചിട്ടാണെങ്കിൽ എത്ര ദിവസം എടുക്കും? 6 ദിവസം എടുക്കും. അപ്പൊ നമ്മുടെ ആൻസർ 6 days എന്ന് കിട്ടും. 6 days. ഓക്കെ, ഓപ്ഷൻ സി 6 days എന്ന് കിട്ടും. ഓക്കെ, ഒന്നുകൂടെ പറയാൻ ഞാനിത് 16 വുമൺ 12 ദിവസം, 12 മെൻ 8 ദിവസം. അപ്പൊ നമ്മൾ ജസ്റ്റ് എക്കും ബിക്കും പറയാം 16 വുമൺ 12 ദിവസം, 12 മെൻ 8 ദിവസം. അത് നമ്മൾ എഴുതി. നേരത്തെ പോലെ LCM എടുത്തു, എത്ര യൂണിറ്റ് വർക്കാന്ന് കണ്ടുപിടിച്ചു. ഇവിടെ എയും ബിയും ആണ്. എയും ബിയും ആയിരുന്നെങ്കിൽ എ 2 യൂണിറ്റും ബി 3 യൂണിറ്റും എഴുതായിരുന്നു. അതിന് പകരം ഇവിടെ എന്താ? 16 വുമൺ ആണ് 2 യൂണിറ്റ്. ഒരു വുമൺ എത്രാന്ന് കണ്ടുപിടിച്ചു. 12 മെൻ ആണ് 3 യൂണിറ്റ്. അപ്പൊ ഒരു മാൻ എത്രാന്ന് കണ്ടുപിടിച്ചു. പിന്നെ സംഭവം എല്ലാം എളുപ്പം. ഇനി ക്വസ്റ്റ്യൻ നോക്കി ചെയ്താൽ മതി. 16 മെൻ ഉണ്ടായിരുന്നു, 3 ദിവസം വർക്ക് ചെയ്തു. 16 മെൻ ആകുമ്പോൾ ഒരാൾ 1/4 ആണ്. 16 മെൻ ആകുമ്പോൾ 4 യൂണിറ്റ് ആണ്. 3 ദിവസം ആകുമ്പോഴോ 12 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ബാലൻസ് ഇനി എത്രയുണ്ട്? 24 എത്തണ്ടേ? ബാലൻസ് ഇനി 12 യൂണിറ്റുകളുണ്ട്. അത് ഇനിയും കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര സമയം വേണമെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. റിമൈനിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഓക്കെ, അപ്പൊ അത് ചെയ്യുന്ന ആരാ? 16 മെൻ ഉണ്ടായിരുന്നു, 10 പേര് പോയി. ഇപ്പൊ എത്രയാ ഉള്ളത്? 6 മെൻ. ഇത് 4 വുമണൂടെ വന്നു. ഇപ്പൊ ഇത്രയും പേരാ ഉള്ളത്. ഒരു മാന് 1/4 യൂണിറ്റ് ആണ്. അപ്പൊ 6 മെൻ ആകുമ്പോഴോ 6 into 1/4. ഒരു വുമൺ 1/8 യൂണിറ്റ് ആണ്. അപ്പൊ 4 വുമൺ ആകുമ്പോഴോ 4 into 1/8. അപ്പൊ ചെയ്യുന്നത് എത്ര? 2 യൂണിറ്റ് ആണ് ഇവർ ചെയ്യുന്നത്. 12 യൂണിറ്റ് ചെയ്യാൻ എത്ര ദിവസം വേണം? 6 ദിവസം എന്ന് കിട്ടും. 6 ദിവസം. ഓക്കെ, ഓപ്ഷൻ സി എന്ന് കിട്ടും. ഓപ്ഷൻ സി. അടുത്ത ദിവസം നോക്കിയേ. If 4 men and 6 women can complete a work in 8 days, while 3 men and 7 women can complete it in 10 days, then 10 women can complete it in how many days? 35 days, 50 days, 45 days, 40 days. ഇത്ര നേരം എ ബി അല്ലെങ്കിൽ രണ്ടുപേരുടെ പേരൊക്കെ തന്നിട്ടായിരുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി ചെയ്തത് 16 വുമൺ 10 മെൻ. ഒരു ഗ്രൂപ്പേ ഉള്ളായിരുന്നു. മെൻ അല്ലെങ്കിൽ വുമൺ അല്ലെ ബോയ്സ്, അങ്ങനെ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ എന്താ വന്നേക്കുന്നത്? 4 men and 6 women കമ്പൈൻ ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. 8 ഡേയ്സിൽ തീർത്തു. 3 men and 7 women can complete it in 10 days. അങ്ങനെയാണെങ്കിൽ 10 women can complete it in how many days? Options 35 days, 50 days, 45 days, 40 days. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കിയേ. എം എന്ന് പറയുന്നത് ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്കാണെന്ന് വിചാരിക്കുക, അസ്യൂം ചെയ്യാം. ഡബ്ല്യു എന്ന് പറയുന്നത് ഒരു വുമന്റെ ഒരു ദിവസത്തെ വർക്കാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 4 മെന്നും 6 വുമണും ക്യാൻ കംപ്ലീറ്റ് എ വർക്ക് ഇൻ 8 ഡേയ്സ് എന്നാ. 4m പ്ലസ് 6w എന്ന് പറയുന്നത് എനിക്ക് എന്ത് എഴുതാം? എം എന്ന് പറയുന്നത് ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്കാണ്. 6 വുമന്റെ 6 into w. ഇപ്പൊ 4m പ്ലസ് 6w എന്ന് പറയുന്നത് എനിക്ക് എങ്ങനെ എഴുതാം? 4 മെന്നും 6 വുമനും കൂടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 8 ദിവസം എടുത്തെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എന്താ? 1/8 ആണ്. അപ്പൊ 4m പ്ലസ് 6w എന്ന് പറയുന്നത് വരും 1/8 എന്ന് വരും. 8 ഇങ്ങോട്ട് എടുത്തു. 32m പ്ലസ് 48w എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ 1 ആണെന്ന് വിചാരിക്കും. ഓക്കെ, അടുത്തെന്താ പറഞ്ഞേക്കുന്നത്? 3 men and 7 women can complete it in 10 days. 3 men and 7 women can complete it in 10 days. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എത്രയാ? 1/10 ആണ്. ഈ 10 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 30m പ്ലസ് 70w എന്ന് പറയുന്നത് 1 എന്ന് കിട്ടി. ഇത് ഇക്വേഷൻ 2. റൈറ്റ് ഹാൻഡ് സൈഡ് രണ്ടും 1 ആണ്. അപ്പൊ തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യാം അല്ലെ? അപ്പൊ എന്ത് കിട്ടും? എം എൽ ഒരുമിച്ച് കൊണ്ട്. അപ്പം 2m എന്ന് പറയുന്നത് 22w എന്ന് പോയി. 32 മൈനസ് 30 2m. 70 മൈനസ് 48 22. 2m എന്ന് പറയുന്നത് 22w. ഒരു മാൻ എന്ന് പറയുന്നത് 11 വുമൺ ഇക്വലന്റ്. അതായത് എം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു മാൻ ഒരു ദിവസത്തെ വർക്ക്. അപ്പൊ ഒരു മാൻ ഒരു ദിവസം ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 11 വുമൺ ഒരു ദിവസം ചെയ്യുന്ന വർക്കിന്റെ തുല്യമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ,
ഒന്നും ഒരിക്കലും ഇതല്ല, ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെ വന്നേക്കുന്നത്. ഓക്കെ, ഒരു മാന് ഇക്വലന്റ് എന്ന് പറയുന്നത് 11 വുമൺ. ഓക്കെ, ഒരു മാൻ ഇക്വലന്റ് 11 വുമൺ. ഓക്കെ, ഇത് നമുക്ക് കിട്ടി. ഇനി എന്താ ചോദിച്ചേക്കുന്നത്? ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 വുമണ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 35 ഡേയ്സ്, 50 ഡേയ്സ്, 45 ഡേയ്സ്, 40 ഡേയ്സ്. നമുക്ക് മനസ്സിലായി എന്താ, ഒരു മാൻ എന്ന് പറയുന്നത് 11 വുമൺ ആണ്. ഓക്കെ, അത് ഇക്വലന്റ് ആണ്. ഒരു മാൻ ഒരു ദിവസത്തെ വർക്ക് എന്ന് പറയുന്നത് 11 വുമന്റെ ഒരു ദിവസത്തെ വർക്കിന് ഇക്വലന്റ് ആണെന്നാണ് വന്നേക്കുന്നത്. ഇനി എന്ത് വന്നേക്കുന്നത്? ചോദിച്ചേക്കുന്നത് 10 വുമൺ എത്ര ദിവസം കൊണ്ടാണ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, 10 വുമൺ എത്ര ദിവസമാണ്? ഒരു മാൻ എന്ന് പറയുന്നത് 11 വുമൺ ആണ് കിട്ടി. അപ്പൊ 4 മെൻ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 44 വുമൺ അല്ലേ? അപ്പൊ 44 വുമൺ പ്ലസ് 6 വുമൺ, 50 വുമൺ ശരിക്കും 8 ഡേയ്സ് കൊണ്ട് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 10 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്യും? ഇപ്പൊ എളുപ്പമായില്ലേ? 10 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്യും? 50 into 8 400, 400 by 10 40 ഡേയ്സ് എന്ന് കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ M1 D1 എന്ന് പറയുന്നത് M2 D2. M1 D1 400 by M2 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 40 ഡേയ്സ് എന്ന് കിട്ടി. 40 ഡേയ്സ് ഓപ്ഷൻ ഡി എന്ന് കിട്ടി. ഈ 50 വുമൺ എങ്ങനെ വന്നേ? 4 men plus 6 വുമൺ എന്ന് പറഞ്ഞാൽ 8 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. 4 men ആകുമ്പോൾ 44 വുമൺ ആണ്, പ്ലസ് 6 വുമൺ ആണ് 50 വുമൺ. 50 വുമൺ 8 ഡേയ്സ് കൊണ്ട് ചെയ്താൽ 10 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്യും? അപ്പൊ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന. അപ്പം ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അത് കമ്പൈൻ ചെയ്ത് വരുന്ന കേസിൽ മെന്നും വുമണും കൂടി ഇത്ര സമയം എടുത്തു, അല്ലെങ്കിൽ മെന്നും ബോയും കൂടി ഇത്ര സമയം എടുത്തു, കമ്പൈൻ ചെയ്ത് വരുന്നതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഇക്വേഷൻ പറയും. ഇപ്പൊ 4 men 6 വുമൺ ഒരു ദിവസത്തെ വർക്ക് ഇക്വേറ്റ് ചെയ്തു, 3 men 7 വുമൺ ഒരു ദിവസത്തെ വർക്ക് ഇക്വേറ്റ് ചെയ്തു. M W എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു മാൻ്റെ ഒരു ദിവസത്തെ വർക്കും ഒരു വുമന്റെ ഒരു ദിവസത്തെ വർക്കുമാണ്. അത് സോൾവ് ചെയ്തിട്ട് അത് ഇക്വേറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് കിട്ടേണ്ട എന്താണ്? അതാണ് നമ്മൾ നോക്കേണ്ടത്. ആ മാന് വുമൺ തമ്മിലുള്ള റിലേഷൻ ആണ് നമുക്ക് കിട്ടേണ്ടത്. ആ റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മാന് വുമൺ തമ്മിലുള്ള റിലേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇക്വേഷനകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒന്നുകിൽ മാന്റെ ടേംസിലാക്കാം, വുമന്റെ ടേംസിലാക്കാം. ഇവിടെ വുമൺ ആണ്, 10 വുമൺ എത്ര ദിവസം കൊണ്ട് അയച്ചു. അപ്പൊ നമ്മളെല്ലാം വുമന്റെ ടേംസിലാക്കും. വുമന്റെ ടേംസ് വരുന്നതാണ് എത്ര? ഒരു മാൻ 11 വുമൺ ഇക്വലന്റ്. അപ്പം 4 men ആകുമ്പോൾ 44 വുമൺ ആണ്, പ്ലസ് 6 വുമൺ. അപ്പൊ എത്ര വരും? 50 വുമൺ എന്ന് കിട്ടും. 50 വുമൺ 8 ഡേയ്സ് കൊണ്ട് ചെയ്താൽ 10 വുമൺ എത്ര ദിവസം കൊണ്ട് ചെയ്യുവാണ്? അപ്പൊ അത് അപ്ലൈ ചെയ്തേക്കുന്നത് എന്താ? M1 D1 എന്ന് പറയുന്നത് M2 D2 അത് വെച്ചിട്ട് D2 കിട്ടും. 40 ഡേയ്സ് എന്ന് കിട്ടും. 40 ഡേയ്സ് ഓപ്ഷൻ ഡി എന്ന് വരും. ഓപ്ഷൻ ഡി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. If A can do 1/4 of a work in 3 days, B can do 1/6 of the same work in 4 days, how much will A get if both work together and are paid rupees 180 in all? ഓപ്ഷൻസ് നോക്കിയേ. 36, 60, 108, 120. ഇത് വേജസും കൂടെ വരുവാണ്, സാലറിയും കൂടെ തരുവാണ്. ഇത്ര നേരം സമയം മാത്രമേ ഉള്ളത്, ഇപ്പൊ സാലറിയും കൂടെ വരുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ഓക്കെ, A can do 1/4 of a work in 3 days. അപ്പൊ 1/4 വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എക്ക് 3 ദിവസം എടുത്തു. ഒരു വർക്കിന്റെ 1/4 കംപ്ലീറ്റ് ചെയ്യാൻ 3 ദിവസം എടുത്തെങ്കിൽ മൊത്തം എത്ര ദിവസം എടുക്കും? എക്ക് 12 ദിവസം എടുക്കും അല്ലെ? ബിക്ക് 1/6 ഓഫ് ദ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം എടുത്തു. 1/6 കംപ്ലീറ്റ് ചെയ്യാൻ 4 ദിവസം എടുത്തു. അപ്പൊ എത്ര? 6 into 4 24 ഡേയ്സ് എടുക്കും ബിക്ക്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? എക്ക് എത്ര രൂപ കിട്ടുമെന്നാണ് ചോദിച്ചേക്കുന്നത്. 180 ആണ് ടോട്ടൽ കിട്ടിയെങ്കിൽ എക്ക് എത്ര കിട്ടും? ഓക്കെ, ഈ സാലറിയുടെ കേസിൽ സാലറി ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ എന്താ, ഇപ്പം 2 പേര് ഇപ്പൊ ലേബേഴ്സ്, ഇപ്പൊ എന്താ പറയുക, നമ്മളിപ്പം വീട് പണിയുന്നവർ, ഇപ്പൊ മേസ്ത്രി ആണെങ്കിലും മേക്കാടാണെങ്കിലും, മേസ്ത്രി ഉണ്ട്, 2 പേരുണ്ട്, 3 പേരുണ്ടെങ്കിൽ അവർക്കെല്ലാം 1000, 1200 രൂപ ഡെയിലി വേജ് ആയിരിക്കും. അവരെത്ര വർക്ക് ചെയ്തെന്നല്ല അവരുടെ എഫിഷ്യൻസി ആയാലും നോക്കുന്നുണ്ടോ? ഇല്ല. അവര് വർക്ക് ചെയ്തോ ഇല്ലയോ, എന്താണെങ്കിലും അവർ രാവിലെ തൊട്ട് വൈകുന്നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു എമൗണ്ടും കൊടുക്കുക ചെയ്യുന്നത് അല്ലെ? പക്ഷെ നമ്മുടെ കേസിൽ, ടൈം വർക്കിന്റെ കേസിൽ എഫിഷ്യൻസി വിട്ടുള്ള ഒരു കളിയില്ല. എഫിഷ്യൻസിയുടെ റേഷ്യോയിലായിരിക്കും നമ്മൾ കാശ് കൊടുക്കുന്നത്. അവർ എഫിഷ്യന്റ് ആണെങ്കിൽ അവർക്ക് കാശ് കൊടുക്കും, അവർ എഫിഷ്യന്റ് അല്ലെങ്കിൽ അതനുസരിച്ച് അവർക്ക് കാശ് കൊടുക്കത്തുള്ളൂ. അത് എപ്പോഴും ഓർമ്മ വെച്ചേക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ എഫിഷ്യൻസി, അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയിലായിരിക്കും നമ്മുടെ സാലറി ഡിവൈഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു ദിവസം അവരെടുത്ത വർക്കിന്റെ റേഷ്യോയിലായിരിക്കും അവരുടെ സാലറി ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ടൈം അറിയാം. അവരുടെ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12ഉം 24 ആണ് എടുക്കുന്നതെന്ന് അറിയാം. അപ്പൊ 12:24, അത് 1:2 ആണ് ടൈമിന്റെ റേഷ്യോ. അപ്പൊ ടൈമിന്റെ റേഷ്യോ അറിയാമെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ എത്ര കിട്ടും? അതിന് നേരെ ഇൻവേഴ്സ് ആയിരിക്കും, 2:1. അതായത് ക്വസ്റ്റ്യൻ കാണുമ്പോഴേ മനസ്സിലാവും. 12 ഡേയ്സ് എടുത്തു, ബിക്ക് നേരെ ഇരട്ടി സമയം എടുത്തു. അപ്പോഴേ മനസ്സിലാവും എഫിഷ്യൻസി എ എന്താ? ട്വൈസ് ആണ്, ബിയെക്കാളും ട്വൈസ് എഫിഷ്യന്റ് ആണ്. അപ്പൊ ഇങ്ങനൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്താണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 2:1 ആണ്. അത് എ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്, ട്വൈസ് വർക്ക് ചെയ്യുന്നുണ്ട് ബിയെക്കാട്ടിലും. അപ്പൊ ആ റേഷ്യോ, എഫിഷ്യൻസിയുടെ റേഷ്യോ അല്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്കിന്റെ റേഷ്യോയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? സാലറി ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ 180 നമ്മൾ ഇങ്ങനെ 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം. 180 ടോട്ടൽ 180 ആണ്. അപ്പൊ എത്ര വരും? 120, 60 എന്ന് വരും. നമുക്ക് എയുടെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമ്മുടെ ആൻസർ എന്ത് വരും? rupees 120. ഓപ്ഷൻ ഡി എന്ന് വരും.
ഈ റേഷ്യോ എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്നൊന്ന് ജസ്റ്റ് പറയാം. 2:1 റേഷ്യോ ആണ്. 180 ഡിവൈഡ് ചെയ്യണം. 180യെ 2:1 റേഷ്യോ വരും. അപ്പൊ എന്ത് വരും? എയുടെ വെച്ചേക്കുന്നത് 2 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ. സം ഓഫ് റേഷ്യോ എത്ര? 2 + 1 3 ഇൻറ്റു 180. അപ്പൊ എന്ത് കിട്ടും? 120 എന്ന് കിട്ടും. ബിയുടെ ആണെങ്കിലോ 1 ഡിവൈഡഡ് ബൈ സം ഓഫ് റേഷ്യോ ഇൻറ്റു 180. അപ്പൊ എത്ര കിട്ടും? 60 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. അല്ല നോക്കിയാൽ തന്നെ മനസ്സിലാവും. 180 2:1 റേഷ്യോ ഡിവൈഡ് ചെയ്യണം. 120 60 ആണ്. ഓക്കെ, നമ്മുടെ ആൻസർ 120 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. ഇപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. സാലറി അല്ലെ വേജ് വരുന്ന കേസിൽ നമ്മൾ വേജ് ഡിവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 ഡേയ്സ് വർക്ക്, അതായത് ഒരു ദിവസം എത്ര വർക്ക് എടുത്താൽ അല്ലെങ്കിൽ അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോയിലായിരിക്കും നമ്മൾ സാലറി ഡിവൈഡ് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. ഇവിടെ ഡേയ്സ് നമുക്കറിയാം. 1/3 കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഫുൾ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ഡേയ്സ്. 1/6 കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. 1/4 കംപ്ലീറ്റ് ചെയ്യാൻ 3 ഡേയ്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം 12 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ബിയുടെ കേസിലോ 1/6 കംപ്ലീറ്റ് ചെയ്യാൻ 4 ഡേയ്സ് ആണ്. അപ്പൊ 24 ഡേയ്സ് കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ എഫിഷ്യൻസി 2:1 ആണെന്ന് മനസ്സിലായി. കൂടുതൽ സമയം ഇരട്ടി സമയം ബി എടുക്കുക. അപ്പൊ എഫിഷ്യൻസി എയുടെ ട്വൈസ് ആണ്. 2:1 ആ റേഷ്യോയിലായിരിക്കും 180 ഡിവൈഡ് ചെയ്യുന്നത്. അപ്പൊ എക്ക് കിട്ടുന്നത് 120. ഓപ്ഷൻ ഡി എന്ന് കിട്ടും. ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 23. A sum of money is sufficient to pay A's wages for 21 days and B's wages for 28 days. The same money is sufficient to pay the wages of both for 12 days, 12 1/4 days, 14 days, none of these. ഇപ്പൊ കയ്യിൽ കുറച്ച് പൈസയുണ്ട്. ആ പൈസ എയുടെ സാലറി 21 ദിവസത്തേക്ക് കൊടുക്കാനുണ്ട്. എക്ക് എത്ര സാലറി നമുക്കറിയില്ല. 21 ദിവസത്തേക്ക് എയുടെ സാലറി കൊടുക്കാനുണ്ട്. ബിയുടെ സാലറി കൊടുക്കാൻ 28 ദിവസത്തേക്കുണ്ട്. ബിയുടെ സാലറി എത്ര നമുക്കറിയില്ല. ആ സെയിം മണി എക്കും ബിക്കും ഒരുമിച്ച് കൊടുക്കാനാണെങ്കിൽ എത്ര സമയത്തേക്കുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. സം ഓഫ് മണി ഈസ് സഫിഷ്യന്റ് ടു പേ ദ വേജസ് ഓഫ് ബോത്ത്. എയുടെയും ബിയുടെയും വേജ് പേ ചെയ്യാൻ വേണ്ടി എത്ര നാളത്തേക്കുണ്ടെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, എങ്ങനെ ചെയ്യും നമ്മളിത്? എങ്ങനെ ചെയ്യും? ആദ്യം അസ്യൂം ചെയ്യാം. അതായത് കയ്യിലുള്ള സം ഓഫ് മണി എന്ന് പറയുന്നത്, അതായത് സം ഓഫ് മണി ബി റുപ്പീസ് എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക കയ്യിലുള്ളത്. ആ എമൗണ്ട് എയുടെ വേജസ് പേ ചെയ്യാൻ 21 ദിവസം പേ ചെയ്യാനുണ്ട്. ബിയുടെ വേജസോ 28 ദിവസം പേ ചെയ്യാനുണ്ട്. ഓക്കെ, ഇപ്പൊ നോക്കി എയുടെ ഒരു ദിവസത്തെ വേജ് അപ്പൊ എത്രയാണ്? എയുടെ ഒരു ദിവസത്തെ വേജ് എത്രയെന്ന് പറയാം. കയ്യിൽ എക്സ് റുപ്പീസ് ഉണ്ട്, 21 ദിവസം കൊടുക്കാനുണ്ട്. എക്സ് ഡിവൈഡഡ് ബൈ 21 അല്ലേ? സിമ്പിൾ അല്ലേ? എക്സ് ഡിവൈഡ് ബൈ 21. അങ്ങനെയാണെങ്കിൽ ബിയുടെ ഒരു ദിവസത്തെ വേജ് എത്രയാ? ബിയുടെ ഒരു ദിവസത്തെ വേജ് 28 ദിവസം കൊടുക്കാനുണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ എക്സ് ഡിവൈഡഡ് ബൈ 28 ആണ്. അപ്പൊ അതാണ് ബിയുടെ ഒരു ദിവസത്തെ വേജ്. ഓക്കെ, ഇനി എക്കും ബിക്കും കൂടെ കൊടുക്കാനാണെങ്കിൽ എത്ര സമയം ഉണ്ടെന്ന് ചോദിച്ചേക്കുന്നത്. എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വേജ് എത്ര വരും? എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വേജ്, എയുടെ വേജ് പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വേജ്. അപ്പൊ എത്ര വരും നോക്കിയേ. എൽസിഎം എടുക്കുക. 84 വരും. 4x പ്ലസ് 3x എന്ന് വരും. അതായത് 7x ബൈ 84 എന്ന് വരും. അതായത് സിംപ്ലിഫൈ ചെയ്യുന്നതാണ് എക്സ് ബൈ 12 എന്ന് വരും. എക്സ് ബൈ 12. അപ്പം എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ വേജ് എന്ന് പറയുന്നത് എക്സ് ബൈ 12 ആണ്. എക്സ് ബൈ 12 ആണ്. അതായത് സം ഓഫ് മണി എക്സ് ആണെങ്കിൽ അത് ഡിവൈഡഡ് ബൈ 12 ആണ് ഒരു ദിവസത്തെ വേജ്. അപ്പൊ അത് കാണുന്നതാണ് മനസ്സിലാവും. എ പ്ലസ് ബിയുടെ സാലറി എത്ര ദിവസത്തേക്ക് കൊടുക്കാനുണ്ട്? ആ സം ഓഫ് മണി 12 ദിവസത്തേക്കല്ലേ? അപ്പൊ നമ്മുടെ ആൻസർ 12 ഡേയ്സ് എന്ന് കിട്ടും. 12 ഡേയ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ഏതാ പറഞ്ഞേ? ഓപ്ഷൻ എ 12 ഡേയ്സ്. ഓപ്ഷൻ എ 12 ഡേയ്സ്. ഒന്നുകൂടെ പറയാം. കയ്യിൽ കുറച്ച് പൈസയുണ്ട്. അത് എയുടെ സാലറി 21 ദിവസത്തേക്കും ബിയുടെ സാലറി 28 ദിവസത്തേക്കും കൊടുക്കാനുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്കും ബിക്കും കൂടെ എത്ര ദിവസത്തേക്ക് കൊടുക്കാനുണ്ട്? സിമ്പിൾ. സം ഓഫ് മണി എക്സ് റുപ്പീസ് ആണെന്ന് വിചാരിക്കുക. എക്സ് ബൈ 21 എയുടെ ഒരു ദിവസത്തെ സാലറി. ബിയുടെ ഒരു ദിവസത്തെ സാലറി എക്സ് ബൈ 28. എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ സാലറി സിംപ്ലിഫൈ ചെയ്ത് വരുന്ന ഉടനെ എൽസിഎം എടുത്ത് സിംപ്ലിഫൈ ചെയ്തേക്കുന്നതാണ്. സിംപ്ലിഫൈ ചെയ്ത് എക്സ് ബൈ 12 എന്ന് കിട്ടും. എ പ്ലസ് ബിയുടെ ഒരു ദിവസത്തെ സാലറി എക്സ് ബൈ 12 ആണെങ്കിൽ എത്ര ദിവസത്തേക്ക് അത് കൊടുക്കാനുണ്ട്? 12 ദിവസം കൊടുക്കാനുണ്ട് ആ എക്സ് റുപ്പീസ് എന്ന് പറയും. ഓക്കെ, 12 ഡേയ്സ് എന്ന് കിട്ടും. ഇത് ജസ്റ്റ് വേറൊന്നും ഇല്ലായിരുന്നു ഇതിനകത്ത്. ഈ പർട്ടിക്കുലർ കേസിനകത്ത് എ 21 ദിവസം ഒരു വർക്ക് ചെയ്യുന്ന വിചാരിക്കുക. ബി 28 ദിവസം ഒരു വർക്ക് ചെയ്യുന്ന വിചാരിക്കാം. വർക്ക് ചെയ്യാൻ എടുക്കുമെന്ന് വിചാരിക്കാം. ഓക്കെ, എയും ബിയും കൂടെ ഒരുമിച്ചാണെങ്കിൽ എത്ര സമയം എടുക്കും? എത്ര ഉള്ളായിരുന്നു ഇവിടെ? 21 ഡേയ്സ് ആണ്, 28 ഡേയ്സ് ആണ്. എൽസിഎം എടുത്തു 84. 84 ബൈ 21 4. 84 ബൈ 28 3. എയും ബിയും കൂടെ ആണെങ്കിൽ എത്ര? 7 യൂണിറ്റ്സ് ആണ്. അപ്പൊ 84 ബൈ 7 നമ്പർ ഓഫ് ഡേയ്സ് എത്ര? 12 ഡേയ്സ്. ശരിക്കും അതാണ് ചോദിച്ചേക്കുന്നത്. സിമ്പിൾ ആക്കി മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്ര എക്സ്പ്ലനേഷൻ തന്നേക്കുന്നത്. ഓക്കെ, 12 ഡേയ്സ് എന്ന് നമുക്ക് കിട്ടും. 12 ഡേയ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ, ബി ആൻഡ് സി completed a work costing rupees 1800. A worked for 6 days, B for 4 days and C for 9 days. If the daily wages are in the ratio of 5:6:4,
How much amount will be received by A? 600, 750, 800, 900. Okay. 1700 രൂപ ആണ് ടോട്ടല്. എ ബി സി 3 പേരുണ്ട്. എ 6 ദിവസമേ വർക്ക് ചെയ്തുള്ളൂ, ബി 4 ദിവസം വർക്ക് ചെയ്ത്, സി 9 ദിവസം വർക്ക് ചെയ്തു. ഇവരുടെ ഡെയിലി വേജ് റേഷ്യോ വന്നിട്ടുണ്ട് 5:6:4 ആണ്. ഡെയിലി വേജിന്റെ റേഷ്യോ 5:6:4. വർക്ക് ചെയ്ത ഡേയ്സ് എത്രയാണ് നിൽക്കുന്നത്? എ ആണെങ്കിൽ 6 ദിവസം, ബി ആണെങ്കിൽ 4 ദിവസം, സി ആണെങ്കിൽ 9 ദിവസം. ഇതാണ് ഇത്രയും വർക്ക് ചെയ്തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്ക് കിട്ടിയ എമൗണ്ട് എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്ക് കിട്ടിയ എമൗണ്ട്. ഓക്കെ, എ 6 ദിവസത്തേക്ക് ഡേയ്സ് ആണ്. എ 6 ദിവസം വർക്ക് ചെയ്തു, ബി 4 ദിവസം വർക്ക് ചെയ്തു, സി 9 ദിവസം വർക്ക് ചെയ്തു. ഓക്കെ, ഡെയിലി വേജ് ഒരു ദിവസം കിട്ടുന്ന വേജിന്റെ റേഷ്യോ തന്നിട്ടുണ്ട്. സപ്പോസ് ഒരു ദിവസം എക്ക് 5 രൂപയാണ് കിട്ടുന്നത്, ബിക്ക് 6 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പം അല്ലേ, റേഷ്യോ വന്നിട്ടുണ്ട്. സിക്ക് എത്ര ആയിരിക്കും? 4 രൂപയായിരിക്കും കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 6 ദിവസം പണിയെടുത്താൽ എക്ക് എത്ര കിട്ടും? 6 × 5 30 അല്ലേ, 6 × 4 24. അതായിരിക്കും ബിക്ക് കിട്ടുന്നത്. സിക്കോ 36 ആയിരിക്കും കിട്ടുന്നത് അല്ലേ. അപ്പൊ 5 രൂപ, 6 രൂപ, 4 രൂപ ആണെങ്കിൽ അവർക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് നിൽക്കുന്നത്. അപ്പൊ ഈ റേഷ്യോയിലായിരിക്കും എന്ത്, ഈ 1800 ഡിവൈഡ് ചെയ്യേണ്ടത് അല്ലേ. ഈ 1800 ഡിവൈഡ് ചെയ്യേണ്ടത് എന്തിലാണ്? ഈ റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇതിന്റെ റേഷ്യോ എന്ത് വരും? 6 വെച്ച് കട്ടിയ 5:4:6 എന്ന് കിട്ടും. 5:4:6. അപ്പം എക്ക് എത്ര കിട്ടുന്ന ചോദിച്ചേക്കുന്നത്? എക്ക് എത്ര കിട്ടിയേക്കുന്നത്? 5 / സം ഓഫ് റേഷ്യോ ഇൻറ്റു 1800. അപ്പൊ 1/3 കണ്ടുപിടിക്കാനാണ് 600 എന്ന് കിട്ടും. 600. ഓപ്ഷൻ എ 600 എന്ന് വരും. ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. എ, ബി ആൻഡ് സി കംപ്ലീറ്റഡ് എ വർക്ക് കോസ്റ്റിംഗ് 1800. 1800 രൂപയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തു. എ 6 ദിവസം എടുത്തു. എ 6 ദിവസം വർക്ക് ചെയ്തു. 6 ദിവസം വർക്ക് ചെയ്തു. ബി 4 ദിവസം വർക്ക് ചെയ്തു. സി 9 ദിവസം വർക്ക് ചെയ്തു. അവരുടെ ഡെയിലി വേജ് കറക്റ്റ് ആയിട്ട് വന്നിട്ടില്ല. അതിന് പകരം എന്താ വന്നിരിക്കുന്നത്? റേഷ്യോ വന്നിട്ടുണ്ട് ഡെയിലി വേജിന്റെ 5:6:4. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര എമൗണ്ട് ആണ് എക്ക് കിട്ടുന്നത്? എക്ക് എത്ര എമൗണ്ട് കിട്ടുമെന്ന് 1800 രൂപയാണ് അറിയാം. ഡെയിലി വേജിന്റെ റേഷ്യോ അറിയാം. എത്ര ദിവസം ഓരോരുത്തർ വർക്ക് ചെയ്തു എന്ന് അറിയാം. എ 6 ദിവസം വർക്ക് ചെയ്തു, ഒരു ദിവസം 5 രൂപ വെച്ച് കിട്ടിയാൽ 30 രൂപ. 4 ദിവസം വർക്ക് ചെയ്തു, 6 രൂപ വെച്ച് കിട്ടിയാൽ 24 രൂപ. 9 ദിവസം വർക്ക് ചെയ്തു, ഒരു ദിവസം 4 രൂപ വെച്ചിട്ടാണെങ്കിൽ 36 രൂപ കിട്ടി. ഈ റേഷ്യോയിലാണല്ലോ എന്തായാലും 1800 ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പൊ 5:4:6 എന്ന് കിട്ടി. എക്ക് കിട്ടിയ എത്രയാ? 5 / സം ഓഫ് റേഷ്യോ ഇൻറ്റു 1800 എന്ന് കിട്ടും. 600 എന്ന് കിട്ടും. 600 എന്ന് കിട്ടും. ചിലവർക്ക് സോൾവ് ചെയ്യുന്നോണ്ടേ നമുക്ക് ഈ റേഷ്യോയും ഇവിടെയും 5 ആണ്, ഇവിടെയും 5 ആണ്. സം ഓഫ് റേഷ്യോ രണ്ടിന്റെ 15 ആയതുകൊണ്ട് നേരെ ഇതിൽ നിന്ന് അങ്ങ് എടുത്താൽ പോരെ എന്ന് ചോദിക്കും. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ മാത്രം സം ഓഫ് റേഷ്യോ ഇത് സെയിം വന്നോണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നത്. ചിലവർ വിചാരിക്കും ഇതിൽ നിന്ന് തന്നെ ചെയ്താൽ പോരെ. അത് തെറ്റാണ്. ആദ്യം ഡെയിലി വേജും അതിന്റെ റേഷ്യോയും ഡേയ്സും കൂടെ മൾട്ടിപ്ലൈ ആയിട്ട് കിട്ടുന്ന റേഷ്യോ വെച്ചിട്ട് വേണം ചെയ്യാൻ. ഈ കേസിൽ മാത്രം അത് സെയിം ആയിട്ട് വന്നതുകൊണ്ടാണ് ഈ രണ്ട് റേഷ്യോ എടുത്ത് ചെയ്താലും സെയിം എ കിട്ടുന്നത്. പക്ഷെ ബിക്കും സിക്കും വ്യത്യാസം ഉണ്ടാവും. ബിക്കും സിക്കും വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അത് ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ ആൻഡ് ബി ക്യാൻ കംപ്ലീറ്റ് എ പീസ് ഓഫ് വർക്ക് ഇൻ 12 and 18 days respectively. A begins to do the work and they work alternatively one at a time for 1 day each. The whole work will be completed in 14 1/3 days, 15 2/3 days, 16 1/3 days, 18 2/3 days. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? എയും ബിയും രണ്ടുപേരുണ്ട്. എക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 ദിവസം വേണം. ബിക്ക് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 18 days വേണം. ഓക്കെ, എ ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരും ഒരുമിച്ചല്ല. എ ആദ്യ ദിവസം വർക്ക് ചെയ്തു, അടുത്ത ദിവസം ബി വർക്ക് ചെയ്തു. ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഇവർ വർക്ക് ചെയ്യുന്നത്. എ വർക്ക് ചെയ്തു, ബി വർക്ക് ചെയ്തു, എ വർക്ക് ചെയ്തു, ബി വർക്ക് ചെയ്തു. അങ്ങനെയാണ് പോകുന്നത്. ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ് പോകുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര സമയം വേണം? എങ്ങനെയാ ചെയ്യുന്നത്? നേരത്തെ പോലെ തന്നെ എയും ബിയും. എക്ക് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 12 days ആണ് എടുക്കുന്നത്. ബിക്കോ 18 days ആണ് എടുക്കുന്നത്. ഓക്കെ, ഇതിന്റെ LCM നമ്മൾ എടുക്കും. 12ന്റെയും 18ന്റെയും LCM എത്ര വരും? 36 എന്ന് വരും. ഇതാണ് ടോട്ടൽ വർക്ക്. 36/12 3, 36/18 2. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം എയും ബിയും ചെയ്യുന്നത്. ഓക്കെ, ഇനി എ ആദ്യത്തെ ദിവസം വർക്ക് ചെയ്തു, അടുത്ത ദിവസം ആരാ? ബി വർക്ക് ചെയ്തു. 2 ദിവസം കഴിയുമ്പോൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലാണ്. അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ എ ഒന്ന് വർക്ക് ചെയ്തു, 3 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. ബി വർക്ക് ചെയ്തു, 2 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ആയി. അപ്പൊ രണ്ടുപേരും കൂടെ 5 യൂണിറ്റ് വർക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയി. 5 യൂണിറ്റ്. നമുക്ക് എത്ര എത്തണ്ടേ? 36 എത്തണം. 36. 5 യൂണിറ്റ് 2 ദിവസം കൊണ്ടായി. 36 തൊട്ട് താഴെ 5ന്റെ മൾട്ടിപ്ലൈ വരുന്നത് 35 ആണ്.
35. അപ്പം 35 എത്രയാണെന്നുണ്ടെങ്കിൽ 35 യൂണിറ്റ്സ് കംപ്ലീറ്റ് ചെയ്യാൻ 35 യൂണിറ്റ്സ് കംപ്ലീറ്റ്, അതായത് ഇൻറ്റു 7 ചെയ്യുമ്പോഴാണ്, ഇൻറ്റു 7 14 ഡേയ്സ് എടുക്കും. 14 ദിവസം കഴിയുമ്പോൾ 35 യൂണിറ്റ് കംപ്ലീറ്റ് ആകും. 35 യൂണിറ്റ് അല്ലെ, 14 ദിവസം കഴിയുമ്പോൾ 35 യൂണിറ്റ് കംപ്ലീറ്റ് ആകും. എന്തുകൊണ്ടാണ് ഇൻറ്റു 7 ചെയ്ത് 14 ഡേയ്സ് എടുത്തത്? എന്തുകൊണ്ട് ഇൻറ്റു 8 ചെയ്യാൻ? 8 ചെയ്ത് കഴിഞ്ഞാൽ 40 യൂണിറ്റ്സ് വരും, അത്ര ഇല്ല ടോട്ടൽ വർക്ക്. അപ്പൊ 36 ദിവസം താഴെയോടെ നോക്കണം. അപ്പൊ 35 യൂണിറ്റ് വരെ കംപ്ലീറ്റ് ചെയ്യാൻ 14 ദിവസം വേണം. 14 ദിവസം. അടുത്ത 15ാമത്തെ ദിവസം ആരാ വരുന്നത്? ഓഡ് നമ്പർ ആണ്, എ ആണ് വരുന്നത്. എ ആ സ്റ്റാർട്ട് ചെയ്തത്, ഓഡ് നമ്പറിൽ എ വരും. എ വരുന്ന ഒരു ദിവസം 3 യൂണിറ്റ് ഉണ്ട്, നമ്മളിപ്പോ ഓൾറെഡി 35 യൂണിറ്റ് ആയി. ഇനി ഒരു യൂണിറ്റ് കൂടെ ചെയ്താൽ മതി. എ ഒരു ദിവസം മൊത്തം 3 യൂണിറ്റാണ് ചെയ്യുന്നത്. ഒരു യൂണിറ്റ് മതി എന്ന് പറഞ്ഞാൽ 1/3 വർക്ക് ചെയ്താൽ മതി ഒരു ദിവസത്തിന്റെ. അപ്പൊ 14 1/3 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ ആൻസർ 14 1/3 എന്ന് കിട്ടും. ഓപ്ഷൻ എ 14 1/3 ഡേയ്സ് എന്ന് കിട്ടും. ഇവിടെ പറയാം, എക്ക് 12 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ബിക്ക് 18 ദിവസം. നമ്മൾ വരച്ചു, LCM എടുത്തു, നമ്മൾ ഒരു ദിവസത്തെ വർക്കും കണ്ടുപിടിച്ചു, ഒരു ദിവസത്തെ വർക്കും കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പൊ എ ഒരു ദിവസം 3 യൂണിറ്റും ബി ഒരു ദിവസം 2 യൂണിറ്റുമാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്തേക്കുന്നത്. ഒരു ദിവസത്തെ വർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്ത് നല്ല പറഞ്ഞേക്കുന്നത്. ഓൾട്ടർനേറ്റീവ് വർക്ക് ചെയ്ത് ആദ്യം എ തുടങ്ങി. ഇപ്പൊ എ ഒരു ദിവസം 3 ചെയ്തു, അടുത്ത ദിവസം ബി 2 ചെയ്തു, അപ്പൊ 5 ആയി. 2 ദിവസം കഴിഞ്ഞപ്പോൾ 5 യൂണിറ്റ് ആയി. ഇപ്പൊ 4 ദിവസം കഴിയുമ്പോൾ എത്രയായി? 10 യൂണിറ്റ്. 6 ദിവസം കഴിയുമ്പോൾ എത്രയായി? 15 യൂണിറ്റ്. അങ്ങനെ 14 ദിവസം കഴിയുമ്പോൾ 35 യൂണിറ്റ് ആയി. അതിൽ കൺഫ്യൂഷൻ ഇല്ല. അടുത്ത 15ാമത്തെ ദിവസം ആരാ വരുന്നത്? എ ആ വരുന്നത്, ഓർഡാ. എ വരും. എ ഒരു ദിവസം 3 യൂണിറ്റ് ചെയ്യും, നമുക്ക് ഒരു യൂണിറ്റ് കൂടെ മതി. 35 36 തന്നെ ഒരു യൂണിറ്റ് മതി. അപ്പൊ 1/3 ഡേ വർക്ക് ചെയ്താൽ മതി. ഇപ്പൊ 14 1/3 എന്ന് കിട്ടും. 14 1/3 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ എ. ക്ലിയർ അല്ലേ? ഡൗട്ട് ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. The daily wages of a worker are ₹100. 5 workers can do a work in 10 days. If you pay ₹20 more daily, they agree to do 25% more work daily. If the proposal is accepted, then the total amount that could be saved is 200, 300, 500, none of these. Clear ആയ ക്വസ്റ്റ്യൻ. ഒരു വർക്കറിന്റെ ഡെയിലി സാലറി എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്. 5 വർക്കർ ഉണ്ട്, 10 ദിവസം എടുത്ത് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ 20 രൂപയും കൂടെ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരുടെ എഫിഷ്യൻസി 25% കൂടുതൽ വർക്ക് എടുക്കാമെന്ന് പറഞ്ഞു. 25% കൂടുതൽ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ ഈ കമ്പനിക്ക് എത്ര ലാഭമുണ്ട്, എത്രയാണ് സേവ് ചെയ്യുന്നത്, അതാണ് ചോദിച്ചേക്കുന്നത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഒന്ന് ആലോചിച്ച് നോക്കി. ഒറിജിനൽ എത്രയായിരുന്നു വേജ് ബില്ല് വരുന്നത്? ഒറിജിനൽ വേജ് ബില്ല് എത്രയായിരുന്നു വരുന്നത്? സാലറി ഒറിജിനൽ എത്രയായിരുന്നു വരുന്നത്? 5 വർക്കറുണ്ട്, ഒരു വർക്കറിന് 100 രൂപ, അപ്പൊ തന്നെ 500 രൂപയായി ഒരു ദിവസം. അങ്ങനെ 10 ദിവസത്തെ വർക്കുണ്ട് അല്ലേ? അപ്പൊ എത്രയായി? 5000 രൂപയായിരുന്നു ഒറിജിനൽ സാലറി ബില്ല് വരുന്നത്, ഒറിജിനൽ വേജ് ബില്ല് വരുന്നത്. ന്യൂ വേജ് ബില്ല് എത്രയാ വരുന്നത്? പുതിയ വേജ് ബില്ല് എത്ര വരും? 5 പേര് തന്നെ ഉണ്ട്, 20 രൂപ കൂടുതൽ കൊടുക്കുന്നുണ്ട്. 20 രൂപ കൂടുതൽ കൊടുക്കുന്നത്. അപ്പൊ 100 രൂപയ്ക്ക് പകരം ഇപ്പൊ എത്രയായി? 120 രൂപയാണ് കൊടുക്കുന്നത്. 20 രൂപ കൂടുതൽ കൊടുക്കും. 10 ദിവസം തന്നെയാണ് വർക്ക്, അത് നമുക്കറിയില്ല. കാര്യം 25% കൂടുതൽ എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. അപ്പം നമ്പർ ഓഫ് ഡേയ്സ് കുറയും. അത് കണ്ടുപിടിക്കണം. ഇവിടുത്തെ നമ്പർ ഓഫ് ഡേയ്സ് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കും? എഫിഷ്യൻസി എന്താ വന്നേക്കുന്നത്? 100 ആണെങ്കിൽ 25% കൂടുതൽ വർക്ക് ചെയ്യും. അപ്പൊ 125 എഫിഷ്യൻസി. എഫിഷ്യൻസിയുടെ റേഷ്യോ 4:5 ആണ്. എഫിഷ്യൻസിയുടെ റേഷ്യോ 4:5 ആണ്. ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? അതിന്റെ ഇൻവേഴ്സ് ആയിരിക്കും. 5:4 എന്ന് കിട്ടും. ഇനീഷ്യലി 10 ദിവസമാണെങ്കിൽ ഇപ്പൊ എത്രയായിരിക്കും? 8 ദിവസം കൊണ്ട് ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ എന്തായി? 10 ദിവസം എടുക്കുന്ന വർക്ക് 8 ഡേയ്സ് ആയി. അപ്പൊ എത്ര വരും? ഇത് 4800 എന്ന് വരും. അപ്പൊ 5000 എന്നുള്ളത് എത്രയാ സേവ് ചെയ്തേക്കുന്നത്? ഇപ്പൊ ഇവിടെ 4800 ആയിട്ടുള്ളൂ. 200 രൂപ സേവ് ചെയ്തു. 200 രൂപ സേവ് ചെയ്തു. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? പറഞ്ഞേ, ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ എ ₹200 എന്ന് വരും. 200. ഓക്കെ, അപ്പൊ ആദ്യം ഒറിജിനൽ ബില്ല് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല. 5 വർക്കർ, ഒരു ദിവസം 100 രൂപ, 500 രൂപ, 10 ദിവസം എടുത്തു, 5000 രൂപ. അതിന് പ്രശ്നമില്ല. 20 രൂപയുടെ കൂടുതൽ കൊടുത്തു. 5 പേര് തന്നെയാണുള്ളത്. 120 രൂപ, 600 രൂപയാണ് ഇപ്പൊ ഒരു ദിവസം വരുന്നത്. പക്ഷേ നമ്പർ ഓഫ് ഡേയ്സ് കുറഞ്ഞു. അതെങ്ങനെ കണ്ടുപിടിക്കും? എഫിഷ്യൻസി റിലേഷൻ അറിയാം. എഫിഷ്യൻസിയുടെ റിലേഷൻ അറിയാമെങ്കിൽ ടൈമിന്റെ റിലേഷൻ, ടൈം കണ്ടുപിടിക്കാൻ പറ്റും. എഫിഷ്യൻസി 4:5 ആണ്. ടൈം അപ്പൊ എത്ര? 5:4. അപ്പം 10 ഡേയ്സ് എന്നുള്ളത് 8 ഡേയ്സ് ആകും. അപ്പൊ 8 ഡേയ്സ് ഇവിടെ വരും. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് 4800 എന്ന് വരും. 200 രൂപയാണ് സേവ് ചെയ്തേക്കുന്നത്. ഈ പരിപാടി ഇത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്താൽ 200 രൂപയാണ് സേവ് ചെയ്യുന്നത്. ഓപ്ഷൻ എ കിട്ടും. ഓപ്ഷൻ എ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എ മാൻ, എ വുമൺ ആൻഡ് എ ബോയ് ക്യാൻ കംപ്ലീറ്റ് എ ജോബ് ഇൻ 3, 4 and 12 days respectively.
How many boys must assist one man and one woman to complete the job in 1/4 of a day? 1, 4, 19, 41. ഒരു മാന്, ഒരു വുമണ്, ഒരു ബോയ് ഉണ്ട്. അവർക്ക് ഒരു മാനിന് 3 ദിവസം, ഒരു വുമണിന് 4 ദിവസം, ഒരു ബോയ്ക്ക് 12 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാനെങ്കിൽ ഒരു മാനിനെ ഒരു വുമണിനെ എത്ര ബോയ്സ് അസിസ്റ്റ് ചെയ്യണം ഈ വർക്ക് 1/4 ഓഫ് എ ഡേ 1/4 ഓഫ് എ ഡേ നമുക്ക് തീർക്കണം. അപ്പൊ എത്ര ബോയ്സ് അസിസ്റ്റ് ചെയ്യണമെന്നാണ് ചോദിച്ചേക്ക്. ഓപ്ഷൻസ് ഏതൊക്കെയാ? 1, 4, 19, 41. ക്വസ്റ്റ്യൻ ക്ലിയർ ആയോ? ഞാൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു മാന് 3 ദിവസം എടുക്കും ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ, ഒരു വുമണ് 4 ദിവസം എടുക്കും, ഒരു ബോയ്ക്ക് 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഒരു മാനും ഒരു വുമണും ഉണ്ട്, അതായത് എത്ര ബോയ്സ് വേണം ആ വർക്ക് 1/4 ഓഫ് എ ഡേയിൽ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, എങ്ങനെയാ ചെയ്യുന്നത്? ഒരു മാന്, ഒരു വുമണ്, ഒരു ബോയ്. ഓക്കെ, ഒരു മാൻ എത്ര സമയം എടുക്കുമെന്നാ പറഞ്ഞേക്കുന്നത്? 3 ദിവസം, ഒരു വുമണ് 4 ദിവസം, ഒരു ബോയ്ക്ക് 12 ദിവസം എടുക്കുന്ന പറഞ്ഞേക്കുന്നത്. ഓക്കെ, നമ്മൾ ഡേയ്സ് എടുത്തു. ഇനി ഇതിന്റെ നേരെ ചെയ്യുന്ന പോലെ തന്നെ LCM എടുത്തു. LCM 12 ആണ്. 12 divided by 3 4, 12 by 4 3, 12 by 12 1. ഇത്രയും യൂണിറ്റ്സ് ആണ് ഒരു ദിവസം ചെയ്യുന്നത്. ഓക്കെ, മാനും വുമണും ബോയും. ഒരു മാന് 4 യൂണിറ്റ് വർക്ക് ചെയ്യും, ഒരു വുമൺ 3 യൂണിറ്റ് വർക്ക് ചെയ്യും, ഒരു ബോയ് 1 യൂണിറ്റ് വർക്ക് ചെയ്യും ഒരു ദിവസം. ശരി, നമ്മൾ ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ് വൺ മാൻ ആൻഡ് വൺ വുമൺ ടു കംപ്ലീറ്റ് ദ ജോബ് ഇൻ 1 ഡേ എന്നല്ലേ ചോദിച്ചേക്കുന്നത്? 1/4 ഓഫ് ദ ഡേ എന്നാണ്. ഒരു മാന് ഒരു ദിവസം 4 യൂണിറ്റ് ആണെങ്കിൽ 1/4 ഡേയിൽ എത്ര യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്യും? ഒരു ദിവസം 4 യൂണിറ്റ് ചെയ്തു. 1/4 ഡേയിൽ 4/4 1 യൂണിറ്റ് വർക്ക് ആയിരിക്കും ചെയ്യുന്ന ഒരു മാൻ, അല്ലെ? ഒരു വുമണോ ഒരു ദിവസം 3 യൂണിറ്റാ ചെയ്യുന്നത്. 1/4 ഓഫ് ദ ഡേയിൽ 3/4 എന്ന് കിട്ടും. 3/4 യൂണിറ്റ്. നമുക്ക് എത്ര എത്തേണ്ട ടോട്ടൽ വർക്ക്? 12 യൂണിറ്റ്സ് ആണ്. ഇനി ചോദിച്ചേക്കുന്നത് എത്ര ബോയ്സ് വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയില്ല എത്ര ബോയ്സ് ആണെന്നുള്ളത്. എക്സ് ബോയ്സ് ആണെന്ന് വിചാരിക്കുക. അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു ബോയ് ഒരു ദിവസം 1 യൂണിറ്റ് വർക്കാണ് ചെയ്യുന്നത്. ഒരു ബോയ് ഒരു ദിവസം 1 യൂണിറ്റ് വർക്ക്. അപ്പൊ 1/4 ഡേയിലും 1/4 ആണ് വർക്ക് ചെയ്യുന്നത്. 1/4. അപ്പൊ എക്സ് ബോയ്സ് ഉണ്ടെങ്കിൽ എക്സ് ഇൻറ്റു 1/4, അല്ലെ? ഒരാള് ഒരു ദിവസം 1 യൂണിറ്റ് ആണ്. അപ്പൊ 1/4 ഡേയിൽ 1/4 യൂണിറ്റ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ എക്സ് ബോയ്സ് വരുമ്പോഴും എക്സ് ഇൻറ്റു 1/4. ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട് നമുക്ക് എത്ര വരണം? 12 വരണം. അപ്പൊ ഒരു മാന് 1/4 ഡേയിൽ 1 യൂണിറ്റ് വർക്ക്, ഒരു വുമൺ 1/4 ഡേയിൽ 3/4 വർക്ക്, എക്സ് ബോയ്സ് വരുന്ന ഉടനെ x/4 യൂണിറ്റ് ഈക്വൽ ടു 12 എന്ന് വരും. ഇനി സിംപ്ലിഫൈ ചെയ്യാം. 1 അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ 11 എന്ന് വരും. അപ്പൊ 3 + x എന്ന് പറയുന്നത് 11 × 4 44 എന്ന് വരും. x ഈക്വൽ ടു 41. സിംപ്ലിഫിക്കേഷൻ നോക്കിയാൽ മതി. x ഈക്വൽ ടു 11. അതായത് 41 ബോയ്സ് വരണം. ഓപ്ഷനിലുണ്ടോ? അത് ഉണ്ട്. ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്? ഓപ്ഷൻ ഡി, 41 ബോയ്സ് വരണം. അപ്പൊ നോക്കി, ഒരു മാൻ 1/4 ഡേയിൽ 1 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു, ഒരു വുമൺ 1/4 ഡേയിൽ 3/4 യൂണിറ്റ് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. 41 ബോയ്സ് എത്ര വരും? 40. ഒരു ദിവസം 1 യൂണിറ്റ് ആണ് ഒരു ബോയ്. 1/4 ഡേയിൽ 1/4 യൂണിറ്റ് ആണ്. അപ്പൊ 41 ബോയ്സ് ആകുമ്പോഴോ 41/4 എന്ന് വരും. ഇതെല്ലാം കൂട്ടുന്നുണ്ടേ, അതായത് 1 യൂണിറ്റ് പ്ലസ് 3/4 പ്ലസ് 41/4 ഇതെല്ലാം കൂടെ കൂട്ടുന്നുണ്ട്. നമുക്ക് എന്ത് വരും? ടോട്ടൽ വർക്കായ 12 വരും. അപ്പൊ നമുക്ക് 41 ബോയ്സ് എന്ന് കിട്ടും. 41 ബോയ്സ് ഓപ്ഷൻ ഡി വരും. ഓപ്ഷൻ ഡി. ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ? അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 5 men and 2 boys working together can do 4 times as much work as a man and a boy. Working capacities of a man and a boy are in the ratio 1:2, 2:1, 1:3, 3:1. 5 men and 2 boys working together can do 4 times as much work as a man and a boy. Working capacities അല്ലെങ്കിൽ efficiency of a man and a boy are in the ratio. എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, സപ്പോസ് എം എന്ന് പറയുന്നത് ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്കാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എഫിഷ്യൻസി. ഓക്കെ, ബി എന്ന് പറയുന്നത് ഒരു ബോയുടെ ഒരു ദിവസത്തെ വർക്കാണെന്ന് വിചാരിക്കുക. ഒരു ദിവസത്തെ വർക്കാണെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മൾ ചെയ്ത പോലെ. ഇവരെന്താ പറഞ്ഞേക്കുന്നത്? 5 മെന്നും 2 ബോയും വർക്ക് ചെയ്യുന്നത് പറയുന്നത് 4 ടൈംസ് ആണ് 1 മാനും 1 ബോയും വർക്ക് ചെയ്യുന്നത്. നമുക്ക് തന്നേക്കുന്നത് നോക്കിയേ, 5 men and 2 boys working together can do 4 times as much work as a man and a boy. 5 men 2 boys 4 times as much work as 1 man 1 boy. ഇനി നമ്മൾ സോൾവ് ചെയ്യുക. 5m plus 2b എന്ന് പറയുന്നത് 4m plus 4b, m ഈക്വൽ ടു 2b എന്ന് കിട്ടും. അതായത് m:b എന്ന് പറയുന്നത് 2:1 ആണ് കിട്ടും. മാൻ ഇസ് ടു ബോയ് അതിന്റെ എഫിഷ്യൻസിയുടെ റേഷ്യോ, അല്ലെങ്കിൽ ഒരു ദിവസത്തെ വർക്ക് അതിന്റെ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വർക്കിംഗ് കപ്പാസിറ്റീസ് ഓഫ് എ മാൻ ആൻഡ് എ ബോയ് ആർ ഇൻ ദ റേഷ്യോ 2:1 എന്ന് വരും. 2:1. ഓക്കെ,
ഒന്നുകൂടെ പറയാതെ 5 men and 2 boys working together can do 4 times as much work as a man and a boy. Working capacities of a man and a boy are in the ratio. അപ്പോൾ 5 men 2 boys എന്ന് പറയുന്നത് 4 times 1 man 1 boy. സോൾവ് ചെയ്യുക m equal to 2b എന്ന് കിട്ടും. m by b എന്ന് പറയുന്നത് 2/1. അത് 2:1 റേഷ്യോ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 25 men with 10 boys can do in 6 days as much work as 21 men with 30 boys can do in 5 days. How many boys must help 40 men to do the same work in 4 days? 5, 10, 20, 40. എന്താ പറഞ്ഞേക്കുന്നത്? 25 മെന്നും 10 ബോയ്സിനും 6 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. ഇതേ സാധനം തന്നെ 21 മെന്നും 30 ബോയ്സും 5 ദിവസം എടുക്കും. ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് 25 മെന്നും 10 ബോയ്സും 6 ദിവസം എടുക്കുമെങ്കിൽ 21 മെന്നും 30 ബോയ്സിനും 5 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 40 മെന്നിനെ എത്ര ബോയ്സും കൂടെ വരണം 4 ദിവസം കൊണ്ട് ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ കമ്പൈൻ ചെയ്തിട്ട് വരുന്നതാണ്. നമ്മൾ ഇത് ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ചെയ്തതാണ്. ഓക്കെ, ഇപ്പൊ എന്താ അതിനകത്ത് പറഞ്ഞേക്കുന്നത്? എം എന്ന് പറയുന്നതാണ് നേരത്തെ ചെയ്തപോലെ തന്നെ ഒരു മാന്റെ ഒരു ദിവസത്തെ വർക്ക് എന്ന് വിചാരിക്കുക. ബി എന്ന് പറയുന്നതാണ് ഒരു ബോയുടെ ഒരു ദിവസത്തെ വർക്ക് എന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 25 men plus with 10 boys can do in 6 days. 25 men 25m, അപ്പം 25 മെന്നിന്റെ ഒരു ദിവസത്തെ വർക്ക് കിട്ടി, പ്ലസ് 10b എന്ന് പറയുമ്പോൾ 10 ബോയ്സിന്റെ ഒരു ദിവസത്തെ വർക്ക് കിട്ടി. ഇത് കൂട്ടുന്ന എന്ത് കിട്ടണം? 25 മെന്നും 10 ബോയ്സിന്റെ ഒരു 6 ദിവസം കൊണ്ട് ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് എത്രയാ? 1/6. 6 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 150m plus 60b എന്ന് പറയുന്നത് 1. ഇതവിടെ ഇരിക്കട്ടെ. അടുത്ത 21 men plus 30 boys എത്ര ദിവസം കൊണ്ട് ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്? 5 ദിവസം കൊണ്ട്. അപ്പൊ ഒരു ദിവസത്തെ വർക്ക് 1/5. 5 ഇങ്ങോട്ട് കൊണ്ടുവന്നു. 105m plus 150b എന്ന് പറയുന്നത് 1. അപ്പൊ ഇത് രണ്ടും ഇക്വേറ്റ് ചെയ്യാം. ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യുന്നത് എന്ത് വരും? 150m plus 60b എന്ന് പറയുന്നത് 105m plus 150b എന്ന് കിട്ടി. 45m എന്ന് പറയുന്നത് 90b എന്ന് കിട്ടി. m equal to 2b. അതായത് ഒരു മാൻ എന്ന് പറയുന്നത് 2 ബോയ്ക്ക് ഇക്വലന്റ് ആണ്. ഇതാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ കമ്പൈൻ ചെയ്ത് വരുന്ന കേസിലെല്ലാം ഞാൻ പറഞ്ഞു ഇതിങ്ങനെ ഇക്വേറ്റ് ചെയ്ത് സോൾവ് ചെയ്തിട്ട് അവസാനം അവർ തമ്മിലുള്ള റിലേഷൻ നമുക്ക് വേണ്ട, അല്ലെങ്കിൽ എഫിഷ്യൻസിയുടെ റേഷ്യോ ആണ് വേണ്ടത്. അപ്പൊ ഒരു മാൻ എന്ന് പറയുന്നത് എത്ര ബോയ് അല്ലെ എത്ര വുമൺ ആണെന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഒരു മാൻ എന്ന് പറയുന്നത് 2 ബോയാണ് നമുക്ക് കിട്ടി. ഓക്കെ, ഒരു മാൻ എന്ന് പറയുന്നത് 2 ബോയാണ് നമുക്ക് കിട്ടി. പക്ഷെ നമ്മൾ ചോദ്യം അതല്ല. ചോദിച്ചേക്കുന്നത് എന്താ? ഹൗ മെനി ബോയ്സ് മസ്റ്റ് അസിസ്റ്റ് 40 men to do the same work in 4 days? ഓക്കെ, 25 മെന്നും 10 ബോയ്സിനും 6 days എടുത്തു. 25 men എന്ന് പറഞ്ഞപ്പോ എത്ര? ഒരു മാൻ എന്ന് പറഞ്ഞാൽ 2 ബോയ് ആണ്. 25 man എന്ന് പറഞ്ഞാല് എനിക്ക് എങ്ങനെ എഴുതാം? 25 men എന്ന് പറഞ്ഞാൽ 50 ബോയ്സ് അല്ലേ? അപ്പൊ 50 ബോയ്സും പ്ലസ് ഒരു 10 ബോയ്സും, അതായത് 60 ബോയ്സ് 6 ദിവസം കൊണ്ടാണ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ എത്ര ബോയ്സ് ആണ് 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നത് കണ്ടുപിടിച്ചൂടെ? ഓക്കെ, എം എന്ന് പറയുന്നത് 2b ആണ്. അപ്പൊ m equal to 2b ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ 50b എന്ന് കിട്ടും. അപ്പൊ 60 ബോയ്സ് 6 days കൊണ്ട് എഴുതാം. അല്ലെങ്കിൽ ഇതിനകത്ത് ഇട്ട് കൊടുക്കാം, പ്രശ്നമില്ല. ഏതൊരു ഇക്വേഷൻ ഇട്ട് കൊടുക്കാം. അപ്പൊ 60 ബോയ്സ് 6 ദിവസം കൊണ്ട് ചെയ്തെങ്കിൽ എത്ര ബോയ്സ് ആയിരിക്കും 4 ദിവസം കൊണ്ട് ചെയ്യുന്നത്? m1 d1 എന്ന് പറയുന്നത് m2 d2. അപ്പൊ 60 into 6 360/4 90 ബോയ്സ് എന്ന് കിട്ടും. അപ്പൊ 4 ദിവസം കൊണ്ട് തീർക്കണമെന്നുണ്ടെങ്കിൽ 90 ബോയ്സ് വേണം. പക്ഷെ 4 ദിവസം കൊണ്ട് തീർക്കുന്നത് എത്ര ബോയ്സ് വേണമെന്നല്ല ചോദിച്ചേക്കുന്നത്, 40 മെന്നിന്റെ കൂടെ എത്ര ബോയ്സ് വേണമെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പൊ 40 മെൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു മാൻ എന്ന് പറഞ്ഞാൽ 2 ബോയ്ക്ക് ഇക്വലന്റ്. അപ്പൊ 40 മെൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 80 ബോയ് ആണ്. അപ്പൊ 80 ബോയ് ഓൾറെഡി അവിടെ ആയി. അപ്പൊ എത്ര കൂടെ ഇനി വേണം? 90 ആണ് വേണ്ടത്. അപ്പം 10 ബോയ്സും കൂടെ മതി ഇനി. അപ്പൊ നമ്മുടെ ആൻസർ എത്രയാ? 10 എന്ന് കിട്ടും. 10 ഓപ്ഷൻ ബി 10 എന്ന് കിട്ടും. എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യാം. 25 മെന്നും 10 ബോയ്സും ഒരു ദിവസത്തെ വർക്ക് 6 ദിവസം കൊണ്ട് തീർക്കും. ഒരു ദിവസത്തെ വർക്ക് 1/6 ആണ്. അപ്പം ഇക്വേറ്റ് ചെയ്ത് 150m plus 60b equal to 1. 21 മെന്നും 30 ബോയും കൂടെ 5 ദിവസം കൊണ്ട് തീർത്തു. അപ്പൊ 1 days വർക്ക് ഇക്വേറ്റ് ചെയ്തു, റിലേഷൻ കിട്ടും. അത് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. m equal to 2b. ഇപ്പൊ മാനും ബോയും ആണ്, അവർ തമ്മിൽ റിലേഷൻ കിട്ടും. അതാണ് നമുക്ക് വേണ്ടത്. ഏതെങ്കിലും ഇക്വേഷൻ ഇട്ട് കൊടുക്കുക. അപ്പം 25 മെൻ എന്ന് പറഞ്ഞാൽ 50 ബോയ്സ് അല്ലേ? അപ്പൊ 50 ബോയും 10 ബോയും 60 ബോയ്സിന് 6 ദിവസം കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. നമ്മുടെ ക്വസ്റ്റൻ എന്താ? 4 ദിവസം കൊണ്ട് എത്രയാണ്? 4 ദിവസം കൊണ്ട് കംപ്ലീറ്റ് എത്ര ബോയ്സ് വേണം? 90 ബോയ്സ് കിട്ടി. m1 d1 എന്ന് പറയുന്നത് m2 d2 വെച്ചിട്ട് 90 ബോയ്സ് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പൊ 90 ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ചോദിച്ചേക്കുന്ന എത്ര ബോയ്സ് എന്നല്ല, 40 മെന്നിന്റെ കൂടെ എത്ര ബോയ്സ് വേണമെന്നാ. 40 മെൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 80 ബോയ്. കാര്യം ഒരു m എന്ന് പറയുന്നത് 2b ആ. അപ്പൊ 80 ബോയ്സ് ആണ്. അപ്പം 90 എത്ര വേണം? 10 ബോയുടെ വേണം. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി 10 എന്ന് കിട്ടും. ഇവിടെ m1 d1 എന്ന് പറയുന്നത് m2 d2 ആണ് അപ്ലൈ ചെയ്തേക്കുന്നത്.
60 into 6 divided by 4 വരും. അപ്പൊ 90 എന്ന് കിട്ടും. ഓക്കെ, 90 ബോയ്സ് ആണ്. 40 മിനിറ്റ് അസിസ്റ്റ് ചെയ്യേണ്ട എത്രയാ? 10 ബോയ്സ്. ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓപ്ഷൻ ബി. നമ്മൾ സെയിം ഡേ ക്വസ്റ്റ്യൻ ചെയ്തതാണ്. സെയിം ഡേ. അപ്പൊ ഇത് നന്നായിട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 16 men can finish a piece of work in 49 days. 14 men started working and in 8 days they could finish certain amount work. If it is required to finish the remaining work in 24 days, how many more men should be added to the existing workforce? 21, 28, 16, 14. 16 men ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ 49 ദിവസം വേണം. ഓക്കെ, 14 men ആദ്യം ഉണ്ടായിരുന്നു. അവര് വർക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് 8 ദിവസം കൊണ്ട് കുറച്ച് എമൗണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, 8 ദിവസം കൊണ്ട് 14 പേര്. ബാക്കി വർക്ക് 24 ദിവസത്തിൽ തീർക്കണമെന്നുണ്ടെങ്കിൽ എത്ര ആളും കൂടി ഇനിയും വേണം? 14 പേര് ഇപ്പോൾ ഉണ്ട്, അതിലൂടെ എത്ര ആളുകൂടെ വേണം? അതാണ് ചോദ്യം. ഓപ്ഷൻസ് ഏതൊക്കെയാ? 21, 28, 16, 14. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതായത് M1 D1 എന്ന് പറയുന്നത് M2 D2 ആണ്. ഇപ്പൊ ചോദിക്കുക 16 മെന്നിന് 49 ഡേയ്സ് കൊണ്ട് വർക്ക് കംപ്ലീറ്റ് ചെയ്യാമെങ്കിൽ 14 മെന്നിന് എത്ര ദിവസമാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. 16 മെന്നിന് 49 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. പക്ഷെങ്കിൽ എന്താ, ആദ്യം 14 men 8 ഡേയ്സ് വർക്ക് ചെയ്തു. പിന്നെ എത്രയോ മെന്ന് എത്ര ഡേയ്സ് 24 ഡേയ്സ് വർക്ക് ചെയ്തു. അപ്പൊ ആ റിലേഷൻ കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? M1 D1 ഈക്വൽ ടു M2 D2 പ്ലസ് M3 D2. അപ്പൊ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുക. ഇങ്ങനത്തെ കേസിൽ അതായത് ഇപ്പം 16 men 49 ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു. 20 men എത്ര ഡേയ്സ് കംപ്ലീറ്റ് ചെയ്തു? M1 D1 ഈക്വൽ ടു M2 D2. കൺഫ്യൂഷൻ ഒന്നുമില്ല. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്ന കേസിൽ വരുന്നതാണ് M1 D1 ഈക്വൽ ടു M2 D2 പ്ലസ് M3 D3. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ടോട്ടൽ വർക്ക് എത്രയാ? 16 മെന്നിന് 49 ദിവസം. ഓക്കെ, ഇപ്പൊ സപ്പോസ് അത് എങ്ങനെ വരുന്നത്? ഒരാൾ ഒരു ദിവസം 1 യൂണിറ്റ് വർക്കാ ചെയ്യുന്നത് വിചാരിച്ചു. അപ്പൊ 16 ആളുണ്ട്, 16 യൂണിറ്റ് വർക്ക്. അങ്ങനെ 49 ദിവസം വരുമ്പോഴോ 16 × 49. അങ്ങനെ ആലോചിച്ചാൽ മതി. ഓക്കെ, ഇതാണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 16 പേര് 49 ദിവസം. 14 പേര് ആദ്യം ഉണ്ടായിരുന്നു, 8 ദിവസം വർക്ക് ചെയ്തു. ഓക്കെ അല്ലേ? 14 × 8 പ്ലസ് എത്ര ആളുണ്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് കണ്ടുപിടിക്കേണ്ടത്. എത്ര ദിവസം ഉണ്ടായിരുന്നു? 24 ദിവസം കൊണ്ട് തീർക്കണം. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് എക്സിന്റെ വാല്യൂ 16 × 49 എത്ര വരും? 16 × 50 800 ആണ്. 800 മൈനസ് 16 784 എന്ന് വരും. 14 × 8 112 പ്ലസ് എക്സ് × 24. ഇത് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന എക്സ് എന്ന് പറയുന്നത് 672/24 എന്ന് വരും. 28 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്യുന്നത് 28 എന്ന് വരും. അതായത് 28 ആൾക്കാർ വേണമായിരുന്നു ആ 24 ദിവസം കൊണ്ട് ബാക്കി വർക്ക് തീർക്കാൻ. 28 ആൾക്കാർ. അപ്പൊ നമ്മുടെ ആൻസർ എന്താ? ഓപ്ഷൻ ബി 28 ആണോ? അതാണ് എല്ലാവരും വരുത്താൻ പോകുന്ന മിസ്റ്റേക്ക്. 28 അല്ല നമ്മുടെ ആൻസർ. നമ്മുടെ ക്വസ്റ്റ്യൻ എത്ര പേര് വേണമായിരുന്നല്ല, ഹൗ മെനി മോർ മെൻ ഷുഡ് ബി ആഡഡ് ടു ദ എക്സിസ്റ്റിംഗ് വർക്ക്ഫോഴ്സ് എന്നാ. ഓൾറെഡി ഇപ്പൊ 14 പേരുണ്ടായിരുന്നു, അതിന്റെ കൂടെ എത്ര പേരുടെ വേണമായിരുന്നു? ഇനി 28 ആണ് ബാക്കി ദിവസത്തേക്ക് വേണ്ടേ. എക്സിന്റെ വാല്യൂ 28 കിട്ടി. അപ്പൊ എക്സ്ട്രാ എത്രയാ വേണ്ടേ? എക്സ്ട്രാ ഒരു 14 പേരുടെ വന്നാലല്ലേ 28 ആകത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ 14 ആണ്. 14 ഓപ്ഷൻ ഡി 14 എന്ന് കിട്ടും. അതാണ് മിസ്റ്റേക്ക് പറ്റാൻ പോകുന്നത്. അപ്പൊ ആ മിസ്റ്റേക്ക് വരരുത്. ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിക്കുക, എന്നിട്ട് എന്താ ചോദിച്ചേക്കുന്നത് നോക്കുക, അത് ആൻസർ ചെയ്യുക. അപ്പൊ ഇവിടെ ഓപ്ഷൻ ഡി 14 എന്ന് വരും. M1 D1 എന്ന് പറഞ്ഞാൽ M2 D2 പ്ലസ് M3 D3 ആണ്. 16 men 49 ദിവസം. ടോട്ടൽ വർക്ക് അറിയാം. ആ ടോട്ടൽ വർക്കാണ് ലെഫ്റ്റ് സൈഡ് വരുന്നത് M1 D1. പിന്നെ സ്പ്ലിറ്റ് ചെയ്ത് വന്നേക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത് M2 D2 പ്ലസ് M3 D3. 14 men 8 ദിവസം. എത്ര മെൻ വേണം? 24 ദിവസം. ആ എക്സ് കണ്ടുപിടിച്ച് 28 മെൻ വേണം. ചോദിച്ചേക്കുന്നത് എക്സിസ്റ്റിംഗിനകത്തോട്ട് എത്ര കൂടെ വേണമെന്നാണ്. അപ്പം 14 28 ആണെന്നുണ്ടെങ്കിൽ 14 ആഡ് ചെയ്യണം. ഓപ്ഷൻ ഡി 14 എന്ന് കിട്ടും. ഓപ്ഷൻ ഡി 14. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് എല്ലാ എക്സാംസിനും ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പൊ നന്നായിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ 1 ഡേയ്സ് വർക്ക് റിലേറ്റ് ചെയ്തിട്ടാണ് ഫുൾ ക്വസ്റ്റ്യൻസും സോൾവ് ചെയ്യുന്നത്. നമ്മൾ നോർമൽ ബേസിക് രീതിയിൽ ചെയ്യുന്നത് പഠിച്ചു. അത് വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അതല്ലാതെ നമ്മൾ LCM എടുത്ത് വരച്ച് കുറച്ച് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ആ രീതിയിൽ പോയി. എഫിഷ്യൻസിയും ടൈമും എന്ന് പറയുന്നത് എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണ്. എഫിഷ്യൻസിയുടെ റേഷ്യോ ഉണ്ടെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്ന് പറയുന്നത് എത്ര? എഫിഷ്യൻസിയുടെ റേഷ്യോ 1:2 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എത്ര? 2:1 ആയിരിക്കും. അപ്പൊ അത് നമ്മൾ വെച്ചിട്ട് പ്രോബ്ലംസ് ചെയ്തു. M1 D1 എന്ന് പറഞ്ഞ M2 D2 വെച്ചിട്ട് ചെയ്തു. പക്ഷെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരികയാണ്. ഇപ്പൊ ചെയ്ത പോലെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വരുവാണെങ്കിൽ എങ്ങനെ വരുന്നത്? M1 D1 എന്ന് പറയുന്നത് M2 D2 പ്ലസ് M3 D3. അപ്പൊ അത് ഐഡന്റിഫൈ ചെയ്യാം. ഓക്കെ, അതല്ലാതെ ഇപ്പം അവേഴ്സ് ഒക്കെ വരുവാണെങ്കിൽ M1 D1 T1/W1 ഈക്വൽസ് M2 D2 T2/W2 എന്ന് വരും. ജനറൽ രീതിയിൽ നമ്മൾ ആദ്യം പറഞ്ഞതാണ്. പിന്നെ ഒരു ടിപ്പിക്കൽ കേസ് ആയിരുന്നു മെന്നും വുമണും കൂടെ കമ്പൈൻ ചെയ്ത് ഇത്ര വർക്ക് ചെയ്തു. അങ്ങനെ ഒരു ടിപ്പിക്കൽ പ്രോസസ് നമ്മൾ രണ്ടെണ്ണം ചെയ്തു. 2 ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്തിട്ട് മെന്നും വുമണും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിക്കും.
എന്നിട്ട് നമ്മൾ സോൾവ് ചെയ്യാൻ നോക്കും. അത് കമ്പൈൻ ചെയ്യുന്ന വരുന്ന ഒരു ടിപ്പിക്കൽ കേസ് ക്വസ്റ്റ്യൻസ് രണ്ടാണ് നമ്മൾ ചെയ്തത്. ഈ 29 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാണ് ആ ടൈപ്പ് ക്വസ്റ്റ്യൻസും വരുന്നതാണ്. പിന്നെ വേജസിന്റെ കേസിൽ വരുന്നുണ്ട് നമ്മൾ വേജ് ഡിവൈഡ് ചെയ്യുന്ന അവരുടെ എഫിഷ്യൻസിയുടെ റേഷ്യോ, അല്ല ഒരു ദിവസം എടുക്കുന്ന വർക്കിന്റെ റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കുക. അത് വെച്ചിട്ടാണ് വേജിന്റെ കാൽക്കുലേഷൻസ് വരുന്നത്. കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക, മാക്സിമം ഫാസ്റ്റ് ആക്കുക. ഓക്കെ, താങ്ക് യു.